പ്രാർത്ഥിച്ച്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനത്തോടെ ഭരിക്കും. കർത്താവെ,
അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവേചന വരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാന വരമാണ്. നമ്മൾ ചോദിച്ചാൽ ആർക്കും ദൈവം തരും. കാര്യം ദാനം എല്ലാവർക്കും ലഭിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ലുക്കായുടെ സുവിശേഷം 12:56. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഓരോരോ സമയം വരുമ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതെന്തിനു വേണ്ടിയാണ്, നമ്മൾ എവിടെയൊക്കെയാണ് കരുതലെടുക്കേണ്ടത്, ഇങ്ങനെ ഇതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന വാക്കാണ് ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്. ഡിസേൺമെൻറ്റ് ചിന്തിക്കുമ്പോൾ കിട്ടേണ്ടതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ടതാണ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യമില്ലേ, വാട്ട് സ്പിരിറ്റ്സ് ലീഡ്സ് യു? അപ്പോൾ അവരുടെ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലായി, ശരിക്ക് സ്പോട്ടിൽ മനസ്സിലാക്കണം. ലുക്ക 9:54. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതിനാണ് വിവേചനം എന്ന് പറയുന്നത്. സംഭവം കേൾക്കുമ്പോൾ വിവേചനം നമുക്ക് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇത് കൂടാൻ പറ്റത്തില്ലല്ലേ. ഒരാൾ നിറച്ചിങ്ങനെ ആൾക്കാർ നിൽക്കുകയല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് പറഞ്ഞു പോകണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയണത് യെസ് ഓർ നോ പറയേണ്ടി വരും. ചിലപ്പോൾ യെസ് നോ പറയേണ്ടി വരും. അതിന് നമ്മൾ നല്ല ഒന്നാമത്തെ ജാഗ്രത വേണം, ദൈവജാഗ്രത വേണം, ദൈവമായിട്ട് നല്ല റിലേഷൻസ് വേണം. ഈ വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ പറയുക, വെളിപാടുകളാണ്. എന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല. യോഹന്നാൻ 14:21. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഒരു പ്രശ്നം. വിവേചന വരത്തിന് സഹായിക്കുന്നത് വിവേചന ഒരു വെളിപാടാണ്. ശരിക്കും കർത്താവുമായി നല്ല ബന്ധമുള്ളവരാകുമ്പോൾ അതിനകത്തുള്ള വിഷയം നമ്മൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കത്തില്ല, നമുക്ക് തെറ്റുവരാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അതെല്ലാം ഇന്റർകണക്റ്റഡാണ്. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമുക്ക് ഇടറുണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് അപ്പം തന്നെ പറയും ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും. വിവേചനപരത്തിൻ്റെ ഒരു സോഴ്സ് ഇൻറ്റിമസിയാണ്. ശരിക്കും ഡിസേൺമെൻറ്റ് ഔട്ട് ഓഫ് ഇൻറ്റിമസിയാണ് വരുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച ദൈവശാസ്ത്രങ്ങളല്ല അതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു കരിസ്മാറ്റിക് തിയോളജിയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യം ദൈവശാസ്ത്രജ്ഞന്മാരല്ല ശരിക്കും ബൈബിളിൻ്റെ ഉപകരണമായിട്ട് വന്നത്, അപ്പോസ്റ്റലിക് കരിസ്മാറ്റിക്സാണ്. അതാണ് വിഷയം. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്, ദൈവസ്നേഹത്തിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ പിന്നീട് ദൈവശാസ്ത്രം കണ്ടെത്തിയതാണ്. ഈ അപ്പോസ്റ്റലന്മാർ പറഞ്ഞത് ദൈവ അനുഭവങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള വെളിപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒന്നാണ് വിവേചനം എന്ന് പറയുന്നത്. വിവേചനത്തിൻ്റെ സോഴ്സാണ്. അപ്പം എപ്പോഴും എൻ്റെ മക്കൾ ദൈവസ്നേഹമുള്ളവരായിരിക്കാൻ, ആ സ്നേഹം ദൈവത്തിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വിവേചനം. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
എന്നെ ഇന്നിവിടെ ഈ സാക്ഷ്യത്തിനായി നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രേഷ്മ. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഭോപ്പാലിൽ ഒരു ഹെഡ് മിസ്സാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് വിജയ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ സ്വന്തമായി സ്കൂൾ നടത്തുകയാണ് ഭോപ്പാലിൽ. അങ്ങനെ ഞങ്ങളുടെ ആ സ്കൂളിന് റെൻറ്റിനായിരുന്നു ഞങ്ങളുടെ സ്കൂൾ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരുപാട് പരിമിതികളുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ സ്കൂൾ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഞങ്ങൾ സ്കൂൾ സ്വന്തമായിട്ട് വെക്കാനായിട്ട് വസ്തു വാങ്ങിച്ചെങ്കിലും അതിനകത്തൊരു സ്കൂൾ വെക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഞാനങ്ങനെ ഒരിക്കൽ എൻ്റെ അമ്മയാണ് എന്നെ കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈശോയെ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ 2024 എൻ്റെ അമ്മ പറഞ്ഞു നമുക്കിവിടെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന്. 2024 ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് നല്ലൊരു സ്കൂൾ വയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ സ്കൂൾ വയ്ക്കാൻ ഒരുപാട് തടസ്സങ്ങൾ, 1 വർഷത്തോളം ഞാൻ ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ടായി. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയുടെ ഉപ്പ്, തൈലം ഞാൻ എൻ്റെ വസ്തുവിൽ മുഴുവൻ ഞാൻ പരതി. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും രാവിലെ എണീറ്റ് മുട്ടുകുത്തി ജപമാല ചൊല്ലുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. എനിക്ക് എപ്പോൾ തോന്നിയാലും ഞാൻ പ്രാർത്ഥിക്കും. അത് ഇപ്പോൾ അല്ല, എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഈശോ എന്നെ എന്നും എൻ്റെ ഈശോയുടെ സ്വന്തം മകളായിട്ട് തന്നെ എന്നെ വളർത്തിയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു പെൺകുട്ടി. ഇന്ന് ഞാൻ ഭോപ്പാലിൽ എന്നെ ആരും കൊണ്ടുപോയതല്ല. ഇന്ന് അവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നല്ല ടീച്ചറാക്കിയത് എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നമോ എൻ്റെ വീട്ടുകാരുടെ സാമ്പത്തികമോ ഒന്നുമല്ല. എല്ലാം എൻ്റെ ഈശോയുടേതാണ്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വളർച്ചകളും എൻ്റെ ഈശോയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെയാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത്. മാതാവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും നേരത്തെ തന്നെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഞാൻ ഈശോയോട് ചോദിക്കും മാതാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ. പക്ഷേ അപ്പോഴൊക്കെ ഈശോ എനിക്ക് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൂടെ എനിക്ക് മറുപടി തരും. കർത്താവ് ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് മാതാവിനോട് ഇതാ നിൻ്റെ മകൻ, ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന വാക്ക് എനിക്ക് കർത്താവ് എപ്പോഴും തരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ എന്ന ഏറ്റവും വലിയ അനുഗ്രഹവും എന്ന് പറയുന്നത് എൻ്റെ ഈ അമ്മയാണ്. ഈ അമ്മ എൻ്റെ കൂടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ 2024 ശേഷം ഒരു ഭയങ്കര മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് തുടങ്ങിയത്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഈ അമ്മയുടെ മുമ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗങ്ങളാണോ ജോലിയാണോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും മധ്യസ്ഥ നേടിത്തരും. കർത്താവ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനങ്ങനെ എൻ്റെ സ്കൂളിൻ്റെ 1 വർഷത്തോളം എൻ്റെ സ്കൂളിൻ്റെ പണികളൊന്നും, അതിനൊരു ലോൺ ആവശ്യമുണ്ടായിരുന്നു, അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് ദൈവത്തിനോടും മാതാവിനോടും പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്കൂളിന് ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആണ്, എൻ്റെ സ്കൂളിന് കല്ലെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അടുത്ത ഡിസംബർ 25-ാം തീയതി തന്നെ എൻ്റെ സ്കൂളിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. അതുപോലെ ഞങ്ങൾ സ്കൂളിന് വേണ്ടി വരച്ച പ്ലാനെക്കാട്ടിലും വളരെ വലുതായ ഒരു സ്കൂൾ ഞങ്ങൾക്ക് കിട്ടാൻ കർത്താവും മാതാവും ഞങ്ങളെ സഹായിച്ചു. ഞാൻ വിചാരിച്ചത് ഒരു ലോൺ, ഒരു 30 ലക്ഷം രൂപയുടെ ലോണെങ്കിലും ബാങ്ക്, കാരണം ഞങ്ങൾ കേരളത്തിലുള്ളവരാണ്. ഞങ്ങൾക്കൊരു ഭോപ്പാലിലൊരു ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ അനുവദിക്കണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ വിചാരിച്ചൊരു 30 ലക്ഷം രൂപയെങ്കിലും ബാങ്ക് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന്. പക്ഷേ മാനേജർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ 40 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഒരു അത്ഭുത മരുന്നാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും രോഗങ്ങൾ വന്നാലും ഞാൻ ഉപയോഗിക്കുന്ന ഉടമ്പടി തൈലമാണ്. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഞങ്ങളുടെ സ്കൂളിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് വിതറാറുണ്ട്. അങ്ങനെ എൻ്റെ സ്കൂളിന് ഓപ്പണിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ സ്കൂൾ വെച്ചത് ഒരു ഹൈസ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ സ്കൂൾ വെച്ചത്. അന്നേരം അതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു. അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല സ്കൂളൊക്കെ വെച്ചു, ലാബുണ്ട്, ലൈബ്രറി ഉണ്ട്, എല്ലാം ഉണ്ട്, ഇനി അതിന് അപ്രൂവൽ കിട്ടിക്കോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അന്നേരം ഇനിയിപ്പോൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മാതാവിനോടും കർത്താവിനോടും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്താൽ ഇനി പത്രമൊക്കെ കൊടുക്കണം, 5:30 തന്നെ എണീക്കണമെന്നെല്ലാം ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് പോയി.
പോയി കഴിഞ്ഞ് ഞാൻ വിചാരിച്ച അപ്രൂവലൊക്കെ റെഡിയായി കാണുമെന്ന്. ഒരു ദിവസം ഞാൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് അറിയുന്നത് സ്കൂളിൻ്റെ അപ്രൂവൽ റിജക്റ്റഡ് ആയിരുന്നു. ഞാൻ ഇത്രയും പരിശ്രമിച്ചുണ്ടാക്കി ഈ സ്കൂളിന് അപ്രൂവൽ ഇല്ലെങ്കിൽ പിന്നെ ആ സ്കൂൾ എനിക്ക് നന്നായിട്ട് നടത്താൻ കഴിയുകയില്ല. ഞാൻ ഒരുപാട് പബ്ലിസിറ്റി ചെയ്തു, ഇത്രയും വലിയ ലോൺ എടുത്തു, പക്ഷേ അതിന് അപ്രൂവൽ ഇല്ലെങ്കിൽ എനിക്കത് നടത്താൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ കൂടാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് അന്നേരം എനിക്ക് മനസ്സിലായി ഓൺലൈൻ ഉടമ്പടിക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എന്നും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ഡെയിലി ബ്രെഡ് ധ്യാനത്തിൽ ഞാൻ കൂടുമായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മുട്ടുമുത്തി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മെഴുകുതിരിയിൽ ഒരു മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അന്നേരം വിചാരിച്ചു ഇത് മാതാവ് തന്നെ ആണോ. അന്നേരം ഞാനത് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അന്നേരം എനിക്ക് അങ്ങ് കരച്ചിൽ വന്നു. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടായാലും ഞാൻ ബൈബിൾ തുറക്കും, കർത്താവിനോട് ചോദിക്കും. അന്നേരം എനിക്ക് കിട്ടിയ വചനഭാഗം ലൂക്ക 1:43 അതിനകത്ത് എലിസബത്ത് മറിയ വീട്ടിൽ വരുമ്പം, മാതാവ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഉള്ള വചനഭാഗം എനിക്ക് കിട്ടി. അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും എൻ്റെ മാതാവ് എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ തന്നെ ഈ സ്കൂളിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് എൻ്റെ മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവിടെ ഇത്രയും നന്നായിട്ട് ജീവിക്കുന്നതിന് നമ്മുടെ സ്വന്തം കഴിവുകളോ നമ്മുടെ പണമോ ഒന്നുമല്ല, നമ്മളൊന്നും അല്ലായിരിക്കും. ഞാനൊരു മലയാളം മീഡിയം സ്കൂളത്തിൽ പഠിച്ച കുട്ടിയായിരുന്നു. എൻ്റെ +2ൻ്റെ എല്ലാ മാർക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ സാധിക്കും എനിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്കാണ്. പക്ഷേ ഇംഗ്ലീഷിന് മാത്രം കുറവാണ്. കാരണം മലയാളം മീഡിയത്തിൽ നന്നായിട്ട് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് കിട്ടുകയില്ല. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കർത്താവിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഞാൻ നാണം കെട്ടിട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ ഈശോയെ. ഞാൻ MBA കംപ്ലീറ്റഡ് ആണ്. ഞാൻ വിചാരിച്ചു ഞാൻ MBA വരെ പഠിച്ചു. പക്ഷേ ആരെങ്കിലും എന്നോട് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതിൻ്റെ കുറവുകൊണ്ടായിരിക്കുന്നു. പക്ഷേ നമ്മുടെ കുറവുകളൊക്കെ തീരുമാനിക്കുന്നത് ഈശോയാണ്. ഇന്ന് ഞാൻ ഭോപ്പാലിൽ ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ്. അതിനെല്ലാം നമുക്ക് വേണ്ട സമയത്ത് ബുദ്ധി, നമ്മൾ ഈശോയോടും മാതാവിനോടും കൂടെ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് വേണ്ട ബുദ്ധിയും നമുക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും നമ്മളെ ആരാക്കണമെന്ന് നമുക്ക് ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം. അതെല്ലാം നമുക്ക് ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധിച്ചു തരും. അങ്ങനെ ഈ സ്കൂളിൻ്റെ റിജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അപ്പീലിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്പീലിന് കൊടുക്കാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ആരും കാണാതെ ഓഫീസിൻ്റെ വാതൊക്കെ എല്ലാ സ്കൂളുകാരും അവിടുത്തെ DO എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സ്കോപ്പൊന്നും ഇല്ല, കാരണം ജോയിൻറ്റ് ഡയറക്ടർ റിജക്റ്റ് ചെയ്താൽ നിങ്ങളിനി ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും സ്കൂളായിട്ട് അറ്റാച്ച് ചെയ്ത് സ്കൂൾ നടത്തും, സ്കൂളിന് അപ്രൂവൽ കിട്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എന്നാലും അന്നേരം ഞാൻ ബൈബിൾ എടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ പരീക്ഷണനായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന്. എൻ്റെ കർത്താവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ഓടിപ്പോയി മെഴുകുതിരി കത്തിച്ച് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. അന്നേരം എന്നോട് എല്ലാത്തിനും മറുപടി തരാറുണ്ട് കർത്താവ്. ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ എന്തെങ്കിലും കാര്യം ഇത് ശരിയാണോ കർത്താവേ, ഞാൻ ചെയ്തത് തെറ്റാണോ, എൻ്റെ മോളെ ഒന്ന് അടിച്ചാൽ പോലും ഞാൻ ഓടിപ്പോയി വചനം എടുക്കും. അന്നേരം എന്നോട് പറയും മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്ന്. ഞാൻ എന്ത് കാര്യം ഉണ്ടായാലും എൻ്റെ കർത്താവിനോട് ചോദിക്കാൻ ഞാനൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഞാൻ DO എന്നോട് പറഞ്ഞു അതിന് സ്കോപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ താഴെയെല്ലാം ഉടമ്പടി ഉപ്പ് വിതറി, തൈലം വിതറി. പിന്നെ ഞാൻ അവിടെ അപ്പീലിന് കൊടുത്ത എൻ്റെ ഫോമിനകത്ത് ഞാൻ ഉടമ്പടി തൈലം, ഉപ്പിട്ടാൽ ആരെങ്കിലും കാണുമെന്ന് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഉടമ്പടി തൈലം, എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുത്തത്. ഒരു സ്കൂളിനും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഡെയിലി അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു 7 തീയതി കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ 7-ാം തീയതി തടസ്സമാക്കപ്പെട്ട ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നതായിട്ട് അച്ഛൻ ഇങ്ങനെ ദൂത് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായി ദൈവമേ ഇത് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും അച്ഛൻ പറഞ്ഞത് എന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഏപ്രിൽ 7-ാം തീയതി രാവിലെ തൊട്ട് എന്നും രാവിലെ എണീറ്റ് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കും, എൻ്റെ സ്കൂളിന് അപ്രൂവലായോ, അച്ഛൻ പറഞ്ഞ ഡേറ്റ് ഇതാണല്ലോ എന്ന്. പക്ഷേ രാത്രി 8:30 വരെ ഞാൻ ഇങ്ങനെ മാറി 5 മിനിറ്റ് ഇടവിട്ട് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ ഇനി വേറെ വല്ലവരെയും കുറിച്ചായിരിക്കും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് മാറി, പിന്നെ നോക്കാൻ പോയില്ല. അന്നേരം രാത്രി 9:30 ആയപ്പോൾ ഒരു സ്കൂളുകാരൻ്റെ കോള് വരികയാണ്, ഞങ്ങളുടെ ആളുടെ സ്കൂളിൻ്റെ അപ്പീൽ എല്ലാവരുടെയും റിജക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ സ്കൂളിൻ്റെ അപ്പീൽ അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിന് മാത്രം അപ്രൂവൽ കിട്ടിയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള സ്കൂളുകാർ ഞങ്ങളുടെ സ്കൂളിൽ വന്നതിന് ശേഷം ഇതിന് അപ്രൂവൽ കിട്ടാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള
കാര്യങ്ങൾ ഞങ്ങളോട് ചെയ്യാറുണ്ട്, പലതരത്തിൽ ഞങ്ങൾ ദ്രോഹിക്കാറുണ്ട്. കാരണം ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്, കേരളക്കാരാണ്, അവർ ഭോപ്പാലിലുള്ളവരാണ്. ഞങ്ങളുടെ സ്കൂൾ ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു സ്കൂൾ അവിടെ സക്സസ് ആവാൻ അവർ അനുവദിക്കുകയില്ല. അവരൊരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെയും കർത്താവ് ഞങ്ങളിൽ നിന്ന് തുരത്തി ഓടിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിന് അപ്രൂവൽ കിട്ടിയപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു. അതിന് എൻ്റെ ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. ഹസ്ബൻഡ് പറഞ്ഞു ഞാനും കൂടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് ഒരു നടുവേദന വന്നപ്പം ഞാനിങ്ങനെ തടയി കൊടുത്തോണ്ട് ഇപ്പോൾ അവിടെ ഒരു മുഴ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ മുഴയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പേടിയായി, ഇതെന്താ ഇങ്ങനെ മുഴ. 1-2 ദിവസം കഴിയും തോറും ആ മുഴ ചെറുതായിട്ട് വലുതാവും. ഞാൻ പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്തോ അവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്, പക്ഷേ എന്തോന്ന് അറിയത്തില്ല. ഞാൻ പക്ഷേ ഹസ്ബൻഡിന് പേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷേ ഞാൻ നന്നായി ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഒരു മുഴയാണത്. ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ടെൻഷനായി. ഞാൻ എന്ത് കാര്യം വന്നാൽ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പം ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. അന്നേരം എനിക്ക് സ്വന്തമായിട്ട് ടെൻഷനായി, ദൈവമേ ഇതെന്താ ഈ മുഴ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതെന്ന്. ഞാൻ അന്നേരം എന്നും ഉടമ്പടി തൈലത്തിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് നടുവിന് തടവും. എന്നിട്ട് ഞങ്ങളിപ്പോൾ ലീവിന് വന്നതാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ ഞാൻ ഓടി വന്ന ഉടമ്പടി എൻ്റെ പുതുക്കി. കാരണം എൻ്റെ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. പുതുക്കി കഴിഞ്ഞ് ഞാനിവിടെ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവേദനയും ആ മുഴയും കാണാതിരിക്കാൻ വേണ്ടി. ഒരാഴ്ചയായുള്ളൂ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ എന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് ഒരുപാട് സ്വത്തും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ആയുസ്സും നല്ലതായിട്ടൊരാരോഗ്യം, വേറെ ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, കടബാധ്യതകളോ പണങ്ങളോ ഒന്നും എനിക്ക് വേണ്ട, നന്നായിട്ട് സമാധാനമുള്ളൊരു ജീവിതം തരണേനെ പ്രാർത്ഥിച്ചുള്ളൂ, രോഗങ്ങൾക്കൊന്നും ഞങ്ങളെ ഇടവരുത്തല്ലേ എന്ന്. എന്നാൽ രോഗങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ എന്ത് വിധിയാണെന്നൊക്കെ ഞങ്ങളുടെ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ചിലപ്പോൾ പറയും നമ്മുടെ വിധിയാ, സമയം ശരിയല്ലെന്നൊക്കെ പറയും. നമ്മുടെ എത്ര സമയം കൊള്ളത്തില്ലെങ്കിലും എത്ര വലിയ വിധിയാണെങ്കിലും നമ്മൾ കർത്താവിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞാൽ മതി. കർത്താവിൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ കരച്ചിലാണ്. നമ്മൾ നമ്മുടെ അപ്പനോട് ചോദിക്കത്തില്ലേ, ഓരോ കാര്യം വാശി പിടിക്കത്തില്ലേ, വേണ്ടതാണെങ്കിൽ അപ്പനത് സാധിച്ചു തരത്തില്ലേ. അതുപോലെ നമുക്ക് എന്താവശ്യമുള്ള സാധനമാണെങ്കിലും നമ്മൾ കരഞ്ഞ് കർത്താവെ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് പലപ്പോഴും വാശി പിടിക്കാറുണ്ട്, എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ വലിയൊന്നും ഞാൻ കർത്താവിനോട് ചോദിക്കത്തില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പം 35 വയസ്സായി. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ എനിക്കറിയാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ചോദിച്ച എല്ലാ വിഷമങ്ങളും, ഞാൻ പോലും മറന്നുപോയ എൻ്റെ വിഷയങ്ങൾ പോലും ഓർത്തെടുത്ത് എൻ്റെ കർത്താവ് എനിക്ക് സാധിച്ചു തരാറുണ്ട്. ഈ കൃപാസനത്തിൽ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്താലും നമ്മൾ കർത്താവിനോട് ചോദിച്ച്, കർത്താവ് നമ്മളോട് നമ്മുടെ ബൈബിളിൽ കൂടെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. നമ്മുടെ നടക്കാനായിട്ട് നമ്മുടെ സ്വന്തം ബന്ധുക്കളായി, ഇപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ആരും ഇല്ല കൂടെ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ കർത്താവ് പറഞ്ഞു വിടുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മച്ചി എന്ന് വിളിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാഴ്ചയായിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് തടവുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞ് എന്ന് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരാഴ്ച ഞാൻ വന്നപ്പോൾ ചോദിച്ചു, പിന്നെ ഇതുവരെ ആ നടുവേദന വന്നിട്ടില്ല. ഞാൻ വന്നപ്പോൾ തന്നെ നടു തൊട്ട് നോക്കിയപ്പോൾ ആ ഒരു മുഴ അവിടെ ഹസ്ബൻഡിനെ കാണാനില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ദൈവമേ, ഇപ്പോൾ ഞാൻ 2-3 പേരോട് ചോദിച്ചാൽ പറഞ്ഞു ചിലപ്പോൾ നടുവിന് ഓപ്പറേഷൻ വല്ലതും വേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് 28-ാം തീയതി തിരിച്ചു പോകേണ്ട. ഞാൻ ദൈവമേ അങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്തൊക്കെ കിടക്കാനൊന്നും എൻ്റെ അവസ്ഥ നിനക്കറിയാം. കാരണം പുതിയ സ്കൂളാണ്. ഇപ്പം ഞങ്ങൾ ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ട്രീറ്റ്മെൻറ്റും ഒരുപാട് പൈസയൊന്നും ഇപ്പം മുടക്കാൻ എൻ്റെ കയ്യിലില്ല. കാരണം ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. അന്നേരം ഞാൻ ആ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ എക്സ്റേ പോലും എടുക്കണ്ടെന്ന് പറഞ്ഞു. പരിപൂർണ്ണ സൗഖ്യം, വെറും 250 രൂപയുടെ ഒരു മസിലിനുള്ള ഒരു ടാബ്ലറ്റ് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തത്. പരിപൂർണ്ണ സൗഖ്യം വന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചോറും അതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ചേച്ചിയുടെ മോന് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട്, അവൻ പഠിക്കാൻ ഭയങ്കര ഉഴപ്പായിരുന്നു. മോന് 90% മാർക്കോടുകൂടി അവനും വന്ന് ഇന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞ് ചെറിയമ്മയൊന്ന് പറഞ്ഞേക്കണമെന്ന്. ഞങ്ങൾ വിചാരിച്ചതിനേലും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അവിടെ ഭോപ്പാലിൽ, എനിക്ക് അവരുടെ ഭക്ഷണമൊക്കെ വേറെ ആയതുകൊണ്ട് അമ്മ ഇവിടെ ചോറ് കൊടുക്കുന്ന പോലെ അവർ ചോറൊന്നും കഴിക്കുകയില്ല. അന്നേരം ഞാൻ അവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സുകൾ, ഒരുവിധം നല്ല ഡ്രസ്സുകൾ തന്നെ, കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ തന്നെ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊന്നും സന്ദർശിച്ചിട്ടില്ല. പക്ഷേ ഞാൻ റോഡുകളിലെല്ലാം പോയിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്.
ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഉറങ്ങണം. രാവിലെ 7:30 വരെയൊക്കെ അവധിയാണെങ്കിൽ ഞാൻ 8:30 വരെ കിടന്നുറങ്ങും. പക്ഷേ ഇനി എത്ര അവധിയാണെങ്കിലും ഞാൻ 5:30 ആകുമ്പം എണീക്കാറുണ്ട്. 5:30 എണീറ്റ് പ്രാർത്ഥിക്കും. ഞാൻ ഒരു ദിവസം പോലും ഇനി എത്ര ലേറ്റായാലും ഞാൻ കൊന്ത ചൊല്ലുന്നത് മുടക്കാറില്ല. ഞാൻ സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കി ഒരുപാട് വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 21, 91, 121, 51 സങ്കീർത്തനം ഞാൻ ഹസ്ബൻഡും മുട്ടുകുത്തി നിന്ന് ദിവസവും ചെല്ലാറുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. ഞാൻ ഒരു 2020 തൊട്ട് ഞാൻ എല്ലാ ദിവസവും വചനങ്ങൾ എഴുതാറുണ്ട്. എൻ്റെ ഓരോ നിയോഗങ്ങളും വെച്ച് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ മറന്നുപോയൊരു കാര്യം, ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ സ്കൂളിൻ്റെ പ്ലാൻ എൻ്റെ കൈകൊണ്ട് തന്നെ വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് ഞാൻ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ ഒരു സ്കൂളായിരിക്കണം എൻ്റെ സ്വപ്നത്തിലെ സ്കൂളെന്ന്. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതിനെക്കാട്ടി ഉപരിയായിട്ട് വലിയൊരു സ്കൂൾ തന്നെ വെക്കാൻ എനിക്ക് പറ്റി. മാതാവിനും ഈശോയ്ക്കും എന്നെ ഇന്ന് ഇവിടെ സാക്ഷ്യത്തിനായി നിർത്തിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. പ്രഭാഷകൻ 39, 19, 20 തിരുവചനങ്ങൾ. മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. രശ്മയുടെ അതിശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. ഒരു അക്രൈസ്തവ മകളാണെങ്കിലും എത്ര കണ്ട് അമ്മമാതാവിനെയും ഈശോയെയും സ്നേഹിച്ച് തിരുവചനം പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും തിരുവചനത്തോട് നിരന്തരം സംഭാഷിച്ചും അമ്മയുടെ കരങ്ങളിൽ ഓരോ നിമിഷവും ജീവിതം കടന്നുപോയിരുന്ന പ്രതിസന്ധികളെ ഏൽപ്പിച്ചു കൊടുത്ത് അത്ഭുതകരമായ തരത്തിൽ തൻ്റെ ജീവിതത്തെ ആ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവിക ഇടപെടലിൽ അമ്മമാതാവിൻ്റെ സഹായത്തിൽ എല്ലാവർക്കും അതിൻ്റെ ആ അനുവാദം നിരസിച്ചപ്പോഴും ഇവർക്ക് മാത്രം അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞതുപോലെ സന്ദേശം കൈമാറിയതുപോലെ 7 എന്ന സന്ദേശത്തിൽ ഏപ്രിൽ 7-ാം തീയതി രാവിലെ മുതൽ സന്ധ്യ വരെ നോക്കിയിട്ട് ഒരുപക്ഷെ രേഷ്മ ഉപേക്ഷിച്ച സമയത്ത് ഇന്നിനി ഇത് കിട്ടത്തില്ല, മറ്റാർക്കെങ്കിലും ആയിരിക്കും സന്ദേശമെന്ന് കരുതി വയ്ക്കുമ്പോൾ രാത്രി 9:30 മണി കഴിയുമ്പോൾ ആ അനുവാദം ആ സ്കൂളിന് നൽകിക്കൊണ്ട് വലിയ അടയാളത്തിലൂടെ സ്കൂളിലെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുവാൻ അനുവാദത്തോടു കൂടി തുടങ്ങുവാൻ അമ്മ മാതാവ് നൽകിയ സാക്ഷ്യത്തെ അനുഗ്രഹത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നാം വയ്ക്കുന്ന നിയോഗങ്ങൾ ചെറുതോ വലുതോ എന്നതിലല്ല, ആ വയ്ക്കുന്ന നിയോഗത്തോട് നമ്മൾ എത്രത്തോളം മനസ്സ് കൊടുക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ പ്രതിസന്ധി ലോൺ കിട്ടുക എന്നതായിരുന്നു. 30 ലക്ഷത്തിന് തരാമെന്ന് ബാങ്ക് പറയുന്നു. കയ്യിലുള്ളത് കൂടെ ചേർത്താൽ അത് പോരാതെ വരും. ഏതാണ്ട് 1 കോടി രൂപയുടെ ബിൽഡിംഗ് ആണത്. അതുകൊണ്ട് കുറച്ചുകൂടി ലോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ ഡോക്യുമെൻറ്റ്സിന് പുറത്ത് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കൈമാറുമ്പോൾ ഒരു നിർബന്ധമില്ലാതെ ഒരു വാദപ്രതിവാദമില്ലാതെ അത് സ്വീകരിച്ചിട്ട് നിങ്ങൾ എത്രയാ ആഗ്രഹിക്കുന്നത് 40 എന്ന് പറയുമ്പോൾ 40 ലക്ഷം അനുവദിച്ചുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ലോൺ അനുവദിച്ച് കിട്ടിയതാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറഞ്ഞു, ആ കെട്ടിടമൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോൾ എനിക്ക് ഓവർ കോൺഫിഡൻസായി. കാരണം നല്ല കെട്ടിടം, എല്ലാ സൗകര്യങ്ങളും, ഇനി അനുവാദത്തിന് എന്താ തടസ്സമുള്ളത്? അത് എൻ്റെ ഉടമ്പടി ജീവിതത്തെയാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ ഞാൻ പുറകോട്ട് മാറി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ എന്നെ തന്നെ പ്രാർത്ഥിക്കാം, ഉടമ്പടി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് മാറി. ഓർത്തിരിക്കണം, ഉടമ്പടി പ്രകാരം നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തത കൈവിടാതെ നിലനിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉത്തരവാദിത്വമുണ്ട്. മക്കൾ അതാ പറഞ്ഞത്, ഞാൻ ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് മാറി എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അനുവാദം റിജക്റ്റഡായെന്ന്. വീണ്ടും എവിടെയാ പാളിച്ചയെന്ന് തിരുത്തുമ്പോൾ ബാക്കി എല്ലാ കാര്യവും ഓക്കെയാണ്. ഓക്കെ അല്ലാത്തത് ഉടമ്പടി മാത്രമാണ്.
വീണ്ടും അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ ആ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് രാപകൽ ഉടമ്പടി പ്രകാരം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, നിയമപരമായി കുരുക്കുള്ളത് ദൈവകരുണയാൽ എനിക്ക് അനുവദിച്ച് കിട്ടുവാൻ പ്രാപ്തിയുണ്ട് എന്ന ഒറ്റ നിലപാടിൽ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ആ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, അതിൻ്റെ അപ്പീൽ പെറ്റീഷനിൽ ബാക്കി എല്ലാവരുടേതും റിജക്റ്റഡ് ആകുമ്പോൾ ഇവർക്ക് മാത്രം അനുവാദം കിട്ടിയെന്ന്. ദൈവത്തിന് ആയിരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ ഒറ്റയ്ക്ക് സഹായിക്കുവാൻ കരുത്തുണ്ട്. നമ്മത് കാണുന്നുണ്ട് തിരുവചനത്തിൽ. അവിടെ എല്ലാവരും കൂടെ തിക്കിക്കുട്ടി യേശുവുമായി യാത്ര ചെയ്യുമ്പോൾ യേശു പറയുന്നില്ലേ, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു, ആർക്കാ സൗഖ്യം കിട്ടിയതെന്ന? ആ രക്തസ്രാവക്കാരിയുടെ സൗഖ്യത്തെ ആൾക്കൂട്ടത്തിന് നടുവിലാണ് അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, നിന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചാൽ മതി ഞാൻ സൗഖ്യപ്പെടുമെന്ന്. അതുകൊണ്ട് നാം തിക്കിക്കൂട്ടുന്നു എന്നതിലല്ല, നിന്റെ ആത്മാവ് ഈശോയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്നതിൽ നീ വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കരുത്തുണ്ടോ, അമ്മ കൂടെ നിന്ന് സഹായിക്കുവാൻ ഈശോയുടെ അനുഗ്രഹം നേടിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം സന്തോഷത്തോടെ പങ്കുവെച്ചത്. സഹോദരന് വന്നൊരു രോഗക്ലേശം, ഒരു തരി മരുന്നില്ലാതെ ഉടമ്പടി തൈലമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഔഷധം കൊണ്ട് അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന കൊണ്ട് പരിപൂർണ സൗഖ്യം നേടിയതും മകളിവിടെ പങ്കുവെച്ചു. അതിനേക്കാൾ ഉപരി നമ്മളേറെ ആകർഷിച്ചത് അവളുടെ ആത്മീയ ജീവിതമാണ്. ഒരു അക്രൈസ്തവ മകളെങ്കിലും എത്ര കണ്ട് അമ്മ മാതാവിനോട് ഈശോയോട് സ്നേഹിച്ചുകൊണ്ട് വചനം ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വചനത്തോട് മറുപടി ചോദിച്ചുകൊണ്ട് ആ ലഭിക്കുന്ന മറുപടികൾക്കനുസരിച്ച് ജീവിതത്തെ പുനഃക്രമീകരിച്ചുകൊണ്ട് നിരന്തരം മുന്നേറുന്ന ഒരു ആത്മീയത. പ്രിയമുള്ളവരെ, നമുക്ക് ഉടമ്പടി ഒരു ഇൻ്റഗ്രൽ പാക്കേജാണ്. ഇതിനകത്ത് എല്ലാ മേഖലകളെയും സമഗ്രമായി നമുക്ക് സമഞ്ജസിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്, ഉപവസിക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്, വചനത്തെ സ്വാംശീകരിച്ച് ധ്യാനിക്കുവാൻ ഉടമ്പടിയിൽ നമുക്കിടമുണ്ട്, കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അഗതികൾക്ക് പങ്കുവയ്ക്കുവാൻ നമുക്കിടമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവനാമത്തെ ശക്തിയുക്തം സധൈര്യം ഏതിടത്തേക്കും പങ്കുവയ്ക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്. അതുകൊണ്ട് സമഗ്രതയുടെ ഈ ദൈവിക പദ്ധതിയിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് ജീവിക്കാം. ദൈവം കൂടെ നിന്ന് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സ്നേഹ, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ് എൽസി. ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള കാരണം തന്നെ എൻ്റെ ജർമ്മൻ പഠിത്തമായിരുന്നു. അപ്പം ജർമ്മൻ ഓൺലൈനായിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമിന് കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ. അപ്പം ആദ്യമായിട്ട് ഞാനൊരു എക്സാം എഴുതാൻ പോയ സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുകയും അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് എക്സാം എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചാണ് അവിടുന്ന് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ഫുൾ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ ആ സമയത്ത് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് എക്സാമിൻ്റെ ഡേറ്റിന് വേണ്ടി കുറേ അന്വേഷിച്ചപ്പോൾ പോലും എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാനുണ്ട്, അപ്പോൾ മാതാവിൻ്റെ അടുത്ത്, കൃപാസന മാതാവിൻ്റെ അടുത്ത് നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, അപ്പം നിൻ്റെ ജർമ്മൻ കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നു എൻ്റെ മമ്മി എന്നോട് പറയും. അങ്ങനെ ഞാൻ 2025 ജനുവരി 25 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനിടയായി. അങ്ങനെ അന്ന് 2025 ജനുവരി 25 ഞാൻ ഇവിടെ വരുന്ന അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് മാതാവിനെ എൻ്റെ കൈകളിൽ എടുക്കാൻ കിട്ടണമെന്നായിരുന്നു. അപ്പം അന്ന് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജർമ്മൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റണേന്ന് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത്. അന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മാതാവിൻ്റെ അനുഗ്രഹത്തോടെ തന്നെ എനിക്ക് അന്ന് മാതാവിനെ എൻ്റെ കൈകളിൽ എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ജർമ്മൻ എന്തായാലും സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെയായിരുന്നു മാതാവിനെ എൻ്റെ കൈകളിൽ കിട്ടിയപ്പം. അങ്ങനെ അന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയതിന് ശേഷം ഞാൻ എക്സാമിന് ഡേറ്റ് നോക്കി, എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റൊക്കെ കിട്ടി. പക്ഷേ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതിയത് ആ എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ കാരുണ്യപ്രവൃത്തിയും കാര്യങ്ങളെല്ലാം എല്ലാ ഉടമ്പടി നിബന്ധനകളും കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എക്സാം ഫെയിലായ സമയത്ത് ഫുള്ള് നിരാശയായി. കാരണം എനിക്ക് മാതാവിനോട്
മാതാവിനോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടും പോലെയായി. കാരണം അത്രയും ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീറ്റ് പള്ളിയിൽ പോകുമായിരുന്നു, രാവിലെ 5:30 എണീറ്റ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാം ഫെയിലായ സമയത്ത് എനിക്ക് ഭയങ്കര നിരാശയായി. പക്ഷേ എന്നിട്ടും അപ്പോൾ എനിക്ക് മാതാവിനോട് ഗ്യാപ്പ് വരുന്ന പോലെയൊക്കെ ഫീലായി. ഞാൻ പള്ളിയിൽ പോയി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവെ എന്നെ മാതാവിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നീട് ഞാൻ പിന്നെയും പഴയ പോലെ തന്നെ നന്നായിട്ട് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ഡേറ്റും കൂടി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ആ എക്സാമിൽ ഞാൻ എക്സാം കൊച്ചിയിൽ വെച്ചായിരുന്നു എനിക്ക് എക്സാം. ഞാൻ ആ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ആ എക്സാം ഭയങ്കര ടഫായിരുന്നു. എന്നുവെച്ചാൽ ഒരു പ്രതീക്ഷ എനിക്കില്ല, കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ മാതാവിനോട് ഞാൻ ഒരേ ഒരു അപേക്ഷയെ വെച്ചുള്ളൂ, എനിക്ക് കൂടുതൽ മാർക്കൊന്നും തന്ന് മാതാവ് എന്നെ അനുഗ്രഹിക്കേണ്ട, എനിക്ക് വെറും 60 മാർക്ക് തന്ന് എന്നെ ജയിപ്പിക്കണേ മാതാവേ, ഞാൻ ഒരുപാടായില്ലേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റിസൾട്ട് വന്നന്ന് എനിക്ക് കറക്റ്റ് 60 മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് റിസൾട്ട് നോക്കാൻ ധൈര്യം ഉണ്ടായില്ല അന്ന്. അപ്പോൾ റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഫുൾ എനിക്ക് പാനിക്കായി. ഞാൻ കാശിരൂപവും ഉപ്പും ഒക്കെ എടുത്ത് മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നത്. അങ്ങനെ റിസൾട്ട് നോക്കുന്ന സമയത്ത് കറക്റ്റ് 60 മാർക്കോടെ തന്നെ എൻ്റെ മാതാവ് എന്നെ ആ എക്സാം പാസ്സായി. ആ എക്സാം ഞാൻ പാസ്സായി. പിന്നീട് റിമൈനിങ് 2 എക്സാംസും കൂടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഡേറ്റ് നോക്കിയ സമയത്ത് തന്നെ ആ വെരി നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് റിമൈനിങ് 2 എക്സാമിനും ഡൽഹിയിൽ ഡേറ്റ് തന്ന് മാതാവ് അനുഗ്രഹിച്ച് അങ്ങനെ ഞാൻ ഡൽഹി പോയി ആ എക്സാംസ് എഴുതി. പക്ഷേ ഇതേപോലെ തന്നെ അതും ഭയങ്കര ടഫായിരുന്നു, എനിക്ക് ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ എക്സാം എഴുതാൻ പോയ സമയത്ത് മാതാവിൻ്റെ തൈലം പൂശി, തൈലം നെറ്റിക്ക് തേച്ച്, അതുപോലെ തന്നെ ഉപ്പ് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിൽ ഫുള്ള് വിതറി, എക്സാമിൻ ഹാളിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് വിതറിയിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയിരുന്നത്. അങ്ങനെ ഡിസംബർ 12 എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ചോദിച്ചതിലും അധികം, ഞാൻ 60 മാർക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് 80 മാർക്ക് തന്ന് എൻ്റെ മാതാവ് എന്നെ ആ എക്സാം പാസ്സാക്കി. അത് എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ലാതെ എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതലും വിശ്വസിക്കുന്ന ഒരു വേർഡാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ശേഷം ജർമ്മൻ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടു, ജർമ്മൻ ഇൻ്റർവ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം ഇൻ്റർവ്യൂ കിട്ടിയ സമയത്ത് തന്നെ എൻ്റെ ഫോണിന് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഭയങ്കര പിന്നെയും കുറേ ബാക്കായി, എനിക്ക് മൈൻഡ് ഫുള്ള് ഔട്ടായി. അങ്ങനെ ഒരുപാട് ബാഡ് സിറ്റുവേഷൻസ് വന്നുപോയി. പിന്നീട് എൻ്റെ ഏജൻസിക്കാർ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെനിക്ക് വേറൊരു ഇൻ്റർവ്യൂ തന്നു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് സക്സസ് ആവാൻ പറ്റുകയും വിസ പ്രോസസ്സിങ്ങിന് വെക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ കൂടെ വെച്ചിരുന്ന എല്ലാവർക്കും വിസ അടിച്ചു വരികയും, പക്ഷേ എൻ്റെ വിസ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 മാസത്തോളം ലാഗ് വന്നു എനിക്ക്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി ഉഴപ്പുന്നതുകൊണ്ട് മാതാവ് എന്നെ പരീക്ഷിക്കുന്നതാണോ എന്ന്. അപ്പം എനിക്ക് കാലിന് ചെറുതായിട്ട് വയ്യാണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ കുറച്ച് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ എണീച്ച് പോകുന്ന കാര്യത്തിൽ. പിന്നീട് ഞാൻ ഇത് പ്രോസസ്സിങ് ലേറ്റ് ആവുന്നത് കണ്ട് ഞാൻ പിന്നെയും പള്ളിയിൽ പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പള്ളിയിൽ പോകാൻ തുടങ്ങിയ 3ാമത്തെ ദിവസം എൻ്റെ പ്രീ അപ്രൂവൽ വിസ വന്നു. അങ്ങനെ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തന്നെ തോന്നിയത്. കാരണം 1 മാസത്തോളം ലാഗ് വന്ന കാര്യം പ്രാർത്ഥനയോട് പിന്നെ അടുത്തപ്പത്തേന് എനിക്ക് പെട്ടെന്ന് ശരിയായി വന്ന പോലെ തോന്നി. അങ്ങനെ അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മാതാവ് വളരെ പെട്ടെന്നാക്കി തന്നു. ഇപ്പം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ വിസ എനിക്ക് കൈ കിട്ടി. ഞാൻ പാസ്പോർട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ എനിക്ക് പോകാനുള്ള ടിക്കറ്റും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വരുന്ന വ്യാഴാഴ്ച പോവുകയാണ് ജർമ്മനിക്ക്. എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ജർമ്മൻ ജേണി എനിക്ക് സക്സസ് ആവാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതലും വിശ്വസിക്കുന്ന ഗോഡിൻ്റെ ഒരു വേർഡ് എന്ന് പറയുന്നത് അറ്റ് ദ റൈറ്റ് ടൈം ദ ഗോഡ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൺ എന്ന് പറയുന്ന ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് കാര്യവും നമ്മൾക്ക് സാധിച്ച് കിട്ടൂല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാതാവിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് മാതാവ് സാധിച്ചു തരുന്നുള്ളൊരു വലിയ, കാരണം എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഒരിക്കലും കിട്ടില്ല, എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായ കാര്യമാണ് മാതാവ് എനിക്ക് ഇന്നിപ്പോൾ സക്സസ് ആക്കി തന്നിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, പള്ളികളിലും. പിന്നെ ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിന് പത്രം കൊടുക്കുകയും അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂട്ടുകാർ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ കണ്ട് എൻ്റെ കൂട്ടുകാർ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ ആൻറ്റി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച് ദൈവമാതാവിനും തിരുക്കുമാരനും 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. സ്നേഹ സദാനന്ദൻ എന്ന ഈ മകൾ തൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ
സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജർമ്മൻ ഭാഷാ പഠന പരീക്ഷകൾ വിജയിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനുള്ള വിസയും ടിക്കറ്റ് ലഭിക്കുന്നതിനും വേണ്ടിയാണ് മകൾ അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തത്. ഉടമ്പടിയിൽ നമുക്കുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് നമുക്ക് കാലദൈർഘ്യം കൊണ്ടുവരുമെന്ന് മകൾ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് അമ്മ മാതാവ് നമ്മളെ പരീക്ഷിക്കുകയോ നമുക്കത് നിരസിക്കുകയോ ചെയ്യുന്നതല്ല. നമ്മൾ അമ്മ മാതാവിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ആ കൃപയാൽ ലഭിക്കേണ്ടത് അത് നഷ്ടമായോ അകന്നു പോവുകയോ ചെയ്യുന്നതാണ് നാം കാണുന്നത്. നമുക്കറിയാമല്ലോ, തീയോട് ചേർന്ന് കരം ചേർത്ത് പിടിക്കുമ്പോൾ ചൂട് അനുഭവിക്കുവാനാവും. തീയിൽ നിന്ന് കൈ അകലും തോറും ആ ചൂടിൻ്റെ സ്വഭാവം, അതിൻ്റെ ആ കുറവ് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് ജീവിതത്തെ ചേർത്ത് വെച്ചാണ് നടക്കുന്നതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനാവും. നമ്മൾ ആ ആത്മീയ വിശുദ്ധിയിൽ നിന്നും ചിട്ടയായ ഉടമ്പടി ജീവിതത്തിൽ നിന്നും അകന്നും പിന്മാറിയും നാം ഇങ്ങനെ അകലും തോറും പുറകോട്ട് മാറും തോറും നമുക്ക് ആ ഉടമ്പടി പ്രകാരമുള്ള കൃപകൾ സ്വീകരിക്കുവാൻ നമുക്കത് തടസ്സമാവുകയും ചെയ്യും. മകൾ അതിൻ്റെ ആ കയറ്റിറക്കങ്ങളെയാണ് ശരിക്കും തന്നെ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയതും. ഇനി മകളുടെ പ്രത്യേകത, എപ്പോഴൊക്കെ മകൾക്ക് തന്നെ സ്വയം മനസ്സിലാകുന്നു താൻ പുറകോട്ട് പോയി, ഉടമ്പടിയിൽ ഉഴപ്പുണ്ടായി, അതുകൊണ്ട് കൂടുതൽ തിഷ്ഠതയോടുകൂടി അമ്മയെ സ്നേഹിച്ചും അമ്മയുടെ സംരക്ഷണം തേടിയും ജീവിക്കണമെന്ന് മകൾ നിശ്ചയിച്ച അവസരങ്ങളിലൊക്കെയും അധിക സ്നേഹത്തോടെ അധിക തിഷ്ഠതയോടെ ഉടമ്പടിയിലേക്ക് മകൾ മടങ്ങി വന്നപ്പോഴൊക്കെയും മകളെ വീണ്ടും ദൈവികമായ സംരക്ഷണം അനുഗ്രഹിക്കുന്നത്, അമ്മ മാതാവ് ചേർത്ത് പിടിച്ച് പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുന്നത്, വിജയം നൽകുന്നത് മകളെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി നമുക്ക് ഒരു പുരോഗതിയിലേക്ക് നമുക്കത് സ്റ്റാറ്റിക്കായി നിർത്തേണ്ടതല്ല, നമുക്കത് ചലനാത്മകമായി ജീവിതത്തിൽ നിലനിർത്തേണ്ടതാണ്. ഉടമ്പടിയിൽ ഓരോ ദിവസവും നമ്മുടെ ആത്മശരീരങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ, കൂടുതൽ ദൈവത്തിൽ ശരണപ്പെടുവാൻ, ദൈവികമായ സന്തോഷം അനുഭവിക്കുവാൻ, അമ്മ മാതാവിനോടും ഈശോയോടും സംസാരിക്കുവാൻ, കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ നമുക്ക് ഭയം കൊണ്ടല്ല ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത്, സ്നേഹം കൊണ്ട് ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനുള്ള ശക്തി ഉടമ്പടിയിലൂടെ നമുക്ക് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും കൂടിയാണ് ഉടമ്പടിയുടെ മക്കൾ എപ്പോഴും ദൈവത്തോട് ഇടപഴകുകയും സംസാരിക്കുകയും നിയോഗങ്ങൾ നേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും ഒരു ഭയപ്പെട്ട മനസ്സോടെ ജീവിക്കരുത്. ഉടമ്പടി എപ്പോഴും സന്തോഷവും സ്വതന്ത്രവും ദൈവസ്നേഹത്തിൻ്റെയും മനസ്സോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹമാക്കി തരുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും ദൈവിക സംരക്ഷണത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. സെബാസ്റ്റ്യൻ, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. മാർച്ച് 2-ാം തീയതിയാണ് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തത്. എൻ്റെ അനിയൻ ഓൾറെഡി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവൻ അവിടുന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം കൃപാസനത്തിൽ വരുന്നത്. പക്ഷെ ഞാൻ അന്ന് വന്നെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ലൈനിൽ വരെ നിന്നതാണ്. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാതെ അന്ന് തിരിച്ചു പോയി. പക്ഷെ ഞാൻ പോയെങ്കിലും മാതാവ് എന്നെ മുറുകെ പിടിച്ചിരുന്നു. ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് OET എനിക്ക് 2024 കിട്ടിയതായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഓസ്ട്രേലിയക്കാണ് പ്രോസസ്സ് കൊടുത്തിരുന്നത്. അത് പല തടസ്സങ്ങൾ മൂലം നടക്കാതിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ UK പ്രോസസ്സ് ഓൾറെഡി കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ ആ പൈസ കൊടുത്തതൊക്കെ മറന്നു പോയി. അപ്പോൾ ഏജൻസിക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, OET കഴിഞ്ഞ് CBT എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് നീ പൈസ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നീ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഓസ്ട്രേലിയയുടെ എല്ലാം തടസ്സങ്ങൾ വന്നുകൊണ്ട് തന്നെ ഞാൻ UK നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ UK പ്രോസസ്സ് കൊടുത്തു. ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാമാണ്. അത് നമ്മൾ UK പോയി എഴുതണമായിരുന്നു. അപ്പോൾ അതിന് നല്ല കാശ് മുടക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പോയി എഴുതാമെന്നുള്ള തീരുമാനത്തിൽ കാശ് കടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ UK ഞാൻ പോയി. അവിടെ പോയി എക്സാം എഴുതിയിട്ടും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം എനിക്ക് കിട്ടി.
അത് കഴിഞ്ഞിട്ട് ഇപ്പം UK അയർലൻഡിലൊക്കെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ അവിടുത്തെ RN-ആയി എനിക്ക് രജിസ്ട്രേഷനും കിട്ടി. പക്ഷേ ആപ്ലിക്കേഷൻ എത്ര കൊടുത്തിട്ടും എന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോലും എവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി പോയി. എങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ നമുക്കങ്ങനെ കുർബാനയൊന്നും കൂടാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ആത്മീയ ജീവിതം മുറുകെ പിടിച്ചിരുന്നു. എന്നും കുർബാന കൂടുകയും ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയും പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്ക് എവിടെ നിന്നും കോളുകളൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് നിന്നിരുന്നത് ലണ്ടനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറെ എൻ്റെ ഒരു കസിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ കെയർ ഹോമുകളിൽ കൂടെ കയറി ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഒരു കെയർ ഹോമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, അവർ ഡയറക്റ്റ് എന്നെ വിളിച്ച കാര്യങ്ങളൊക്കെ HR-ൽ നിന്ന് ചോദിച്ചിട്ട് അവർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഇൻ്റർവ്യൂവിന് കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിന്നെ സെലക്ട് ചെയ്തു, നിനക്ക് ഡ്യൂട്ടിക്ക് അടുത്ത ദിവസം തൊട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇൻ്റർനാഷണലിൽ പോയത് കൊണ്ട് അവിടെ ചെന്നിട്ട് OSCE എക്സാമൊക്കെ എഴുതി RN എഴുതി. പക്ഷെ അവരെനിക്ക് സ്പോൺസർഷിപ്പ് തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ ജോലിക്ക് കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഇൻ്റർവ്യൂ കിട്ടി, അവർ സെലക്ട് ചെയ്തു, അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് വരെ വരാമെന്ന് പറഞ്ഞെടുത്തെന്നാണ് എനിക്കിങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയോ എനിക്ക് മിസ്റ്റേക്കുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടത്തിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ സാക്ഷിയൊക്കെ കേൾക്കുമായിരുന്നു ഇവിടുത്തെ ഓൾറെഡി. അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ ഒത്തിരി പേര് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചത് ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഞാനിരുന്നത്. പക്ഷേ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈശോയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഓൺലൈനായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ മാർച്ച് 2-ാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് 2:30 മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ 2:30 ഞാൻ ഓൺലൈൻ ഉടമ്പടി തുറന്ന് എല്ലാം വായിച്ച് എൻ്റെ നിയോഗങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജോബിന് വേണ്ടി കോള് വന്നു. ഞാൻ ഒത്തിരി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ഇവിടുന്ന് കോള് വന്നതെന്ന് പോലും. എന്നിട്ട് ഞാൻ ഫുള്ള് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അവർ ജസ്റ്റ് എൻ്റെ റീസെൻ്റ് എക്സ്പീരിയൻസ് മാത്രം ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒത്തിരി സെർച്ച് ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി അവരെവിടുന്ന കോള് വന്നേന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ മാർച്ച് 5-ാം തീയതി പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് എന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഉയർത്തി. അതിന് മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയുകയാണ്. അവർ മാർച്ച് 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈനായിട്ട്. 10-ാം തീയതി അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വരാം. പക്ഷേ അവർക്ക് വേണ്ടിയിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ക്യാൻസർ പേഷ്യൻസിനെ നോക്കുന്നതായിരുന്നു. എനിക്ക് 2019 തൊട്ട് 2021 വരെയാണ് ക്യാൻസർ പേഷ്യൻസിനെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം കുഞ്ഞുപിള്ളേരെ നോക്കുന്ന ICUവിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് പോലും അവരെന്നെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടായാണ് എന്നെ അവിടെ നിന്ന് ലണ്ടനിലേക്ക് ഇൻ്റർവ്യൂവിന് കൊണ്ടുവരുന്നത്. അവിടുന്ന് വരാൻ 5 മണിക്കൂർ ദൂരമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ ഓൺലൈനായിട്ട് എടുത്തുകൊണ്ട് അതിന് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കാശുരൂപവും പിന്നെ കൃപാസനം എഴുതി ഇവിടുന്ന് എഴുതിയ പെന്നും കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു കീച്ചെയിന് കൃപാസന മാതാവിൻ്റെ രൂപത ഉണ്ടായിരുന്ന കീച്ചെയിനൊക്കെ ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ആയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. അവിടെ അവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ പറ്റി. അവർ 10-ാം തീയതി വിളിച്ചു. 12-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആകെ ഒരു ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയത്. ആ ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം അറിയാവുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓൾറെഡി കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ ഇങ്ങനെ ഏജൻസികളൊക്കെ ഉണ്ട് നമ്മളെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനും ബാക്കി നമ്മളെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇനിയും മുടക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, അപ്പം നീയായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അന്ന് പോയി. അവരെന്നെ സെലക്ട് ചെയ്തു അന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് എന്നെ പാസ്സായെന്ന് അവർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നീ നന്നായിട്ട് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുള്ളതാണെന്നൊക്കെ. പക്ഷേ അവിടെ മാതാവ് വന്നാണ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാം സംസാരിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈശോയെ മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ അന്നോട്ട് നന്നായിട്ട് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എൻ്റെ പ്രോസസ്സുകളെല്ലാം നല്ല രീതിയിൽ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട് വിശുദ്ധവാരം, പെസഹ, ഈസ്റ്ററൊക്കെ കൂടണമെന്ന്. അങ്ങനെ ഞാൻ മാർച്ച് എൻ്റെ അവിടുത്തെ പ്രോസസ്സുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മാർച്ച് 31-ാം തീയതി തന്നെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. ബാക്കി വിശുദ്ധവാരത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ കൂടാൻ പറ്റി. അത് കഴിഞ്ഞ് എനിക്ക് PCC എടുത്ത് പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വിസ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകുമായിരുന്നു. അങ്ങനെ ലേറ്റായി കഴിഞ്ഞ്
കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ എന്നും മാതാവിനോട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ പോയിട്ട്. അപ്പം അമലോത്ഭവ മാതാവിൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് തന്നെ എനിക്ക് വിസ വന്നു. വിസ വന്നിട്ട് ഞാൻ മെയ് 22 ടിക്കറ്റ് എടുത്തേക്കുകയാണ് ഇപ്പോൾ UK പോകാനായിട്ട്. എനിക്കവിടെ ഒരു ജോലി ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത് കഴിഞ്ഞ് ഒരു കാശ് മുടക്കിൻ്റെ ആവശ്യം വന്നില്ല. എല്ലാം അവരാണ് എടുത്തത്. ടിക്കറ്റ് ഞാൻ എടുത്തെങ്കിലും അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെയും പൈസ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിസയ്ക്ക് വേണ്ടി കൊടുത്തതും എന്നെ അവിടെ കൊണ്ടുപോകുന്നതും. എനിക്ക് അതുമാത്രമല്ല 3 മാസത്തെ അക്കോമഡേഷൻ അവർ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മാതാവ് ഈശോയും വഴി എനിക്ക് നടന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത് വസ്തുക്കളൊന്നും ഇല്ലായിരുന്നെങ്കിലും കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിരുന്നു. ഞാൻ ഓരോ രഹസ്യം ചെല്ലുമ്പോഴേ, ഓരോ നിയോഗം വെക്കുമ്പോഴേ എൻ്റെ നിയോഗത്തിൻ്റെ കൂടെ ബാക്കി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് കടമുണ്ടെങ്കിലും കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും ആ സമയത്തൊക്കെ ഞാൻ എല്ലാവരെയും സഹായിച്ചു. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ കൂടുതലായിട്ട് ഞാൻ എല്ലാവരെയും സഹായിക്കാനായിട്ട് തുടങ്ങി. നാട്ടിൽ വന്നപ്പോൾ പോലും പല അനാഥ മന്ദിരങ്ങളിലൊക്കെ ഞങ്ങൾ പോയി അവരോട് സംസാരിക്കുക, അവർക്ക് പൈസയൊക്കെ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 18-ാം തിരുവചനം. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. റിയ സെബാസ്റ്റ്യൻ എന്ന ഈ മകൾ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ OET എക്സാം എഴുതുവാനും OSCE എക്സാം എഴുതാനുമെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ നന്ദി പ്രകാശനമാണ് ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. ഒരു UK വിസ, വർക്കിംഗ് വിസ അവിടെ പെർമനൻ്റായി ലഭിക്കുന്നതിനെ ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, താൻ ഉടമ്പടിയെടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ കോൾ വരികയും വളരെ ലളിതമായ രീതിയിൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും വളരെ സ്പോണ്ടേനിയസായി അവരുടെ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുവാനും അവർക്ക് വളരെ താല്പര്യം ജനിക്കുന്ന രീതിയിൽ അവർക്ക് ഉത്തരം നൽകുവാനും സാധിച്ചു എന്നുള്ള റെസ്പോൺസ് കൂടി ഇൻ്റർവ്യൂവർ ഈ മകൾക്ക് നൽകിയതായി ഇവിടെ ഏറ്റുപറയുകയാണ്. എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഒരു കൈവെപ്പുണ്ടെന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. കാരണം എപ്പോഴെല്ലാം ഞാൻ ഈശോയെ കാണണം, എനിക്ക് ദിവ്യബലിയിൽ പങ്കുകൊള്ളാൻ സാധിക്കാതിരുന്നപ്പോഴെല്ലാം ആ ഈശോയോടുള്ള ആ സ്നേഹവും ദാഹവും ഈ മകൾ പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എപ്പോഴും മധ്യസ്ഥം നൽകി അനുഗ്രഹിക്കുകയും തൻ്റെ ജീവിതത്തിലെ എല്ലാം ശരിയായി, എല്ലാം ഓക്കെയായി എന്ന് വരുമ്പോൾ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ, പ്രതിസന്ധികൾ വരുമ്പോഴും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകുവാൻ, പിന്നെ അത് കുടുംബത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ഒരുപാട് മക്കളെ ഇവിടെ ഉടമ്പടി ചെയ്യുവാനായി വാഹനത്തിൽ കൊണ്ടുവരുന്ന ഒരു പതിവ് വീട്ടിലുള്ളതുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായി, ഭംഗിയായി, വിശ്വസ്തയോടുകൂടി ചെയ്യണമെന്നുള്ളൊരു പേടി കൊണ്ട് ഈ മകൾ ഉടമ്പടി ചെയ്യാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോഴാണ് മനസ്സിലായത് തനിക്കിവിടെ വരാനുള്ള വിളി പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. ഈശോ എനിക്കതിനെ എല്ലാ യോഗ്യതകളും നൽകും. തൻ്റെ അയോഗ്യതകളിൽ അയോഗ്യതകളെല്ലാം കൃപയാക്കി മാറ്റി ഇൻ്റർവ്യൂ എല്ലാം കൃത്യമായി ചെയ്ത് പരിശുദ്ധ അമ്മ തന്നെ അതിനുവേണ്ടി സംസാരിച്ച് ഈ മകൾക്ക് UK വിസ മെയ് 13 നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ആ ഫീസ്റ്റ് ദിനത്തിൽ തന്നെ ലഭിക്കുകയുണ്ടായി. ഈ മകൾ പറയുന്നത്, എനിക്ക് ഇന്ന് അവിടെ 3 മാസത്തെ അക്കോമഡേഷൻ, സ്പോൺസർഷിപ്പ് എല്ലാം വളരെ പെട്ടെന്ന് വളരെ ഫ്രീ ആയി 3 മാസത്തേക്ക് ഫ്രീ ആയിട്ടാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നാം ചിന്തിക്കുന്നതിലപ്പുറം പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി സ്നേഹിച്ച് കരുതലോടെ ആലിംഗനം ചെയ്യുന്ന
ഒരു നല്ല സാക്ഷ്യമാണിത്. മകൾ പറയുന്നു, എനിക്ക് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ അവിടെ സാധ്യതകൾ കുറവായിരുന്നു. ഞാൻ എന്നെപ്പോലെ സങ്കടപ്പെടുന്നവർക്ക് എന്നോട് ആരെല്ലാം സഹായം അപേക്ഷിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതാണൊരു വലിയ കാരുണ്യപ്രവൃത്തിയായി ഈ മകൾ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ അയൽക്കാരനെ പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ പറയുന്നത്, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നാണ്. അതുപോലെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ കൃപയും മനസ്സിലാക്കാനുള്ള കൃപ, സങ്കടപ്പെടുന്നവർക്ക് എപ്പോഴും ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനുള്ള കൃപയെല്ലാം ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തീർത്ഥാടക ഉടമ്പടി എടുത്തപ്പോഴാണ് മനസ്സിലായത് നേർച്ച വസ്തുക്കളിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഖ്യവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കുമെന്ന്. അങ്ങനെ സെബാസ്റ്റ്യൻ ഒരു വലിയ പ്രതീക്ഷയുടെ, ഒരു വലിയ പ്രത്യാശയുടെ സാക്ഷ്യം നമ്മുടെ മുൻപിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോലി തടസ്സമുള്ളവരെ, വിദേശത്ത് പോകാൻ പ്രോസസ്സിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാം നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും കൃപാസന മാതാവിനും ഒത്തിരി നന്ദി. എൻ്റെ പേര് പ്രിൻസി. ഞാൻ എറണാകുളം ജില്ലയിലെ കുറ്റിപ്പുഴ എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. കൃപാസനം എന്ന ആലയത്തെക്കുറിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടെങ്കിൽ തന്നെയും എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാലയമായിരുന്നു കൃപാസനം എന്ന് പറയുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി നെഗറ്റീവ് വീഡിയോസും ഒത്തിരി ട്രോൾ വീഡിയോസും ഈ കൃപാസന ആലയത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് മൊത്തം കണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കമൻസ് എല്ലാം വായിച്ച് സന്തോഷിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തേക്കണ വ്യക്തിയായിരുന്നു. അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മറ്റേ സാക്ഷ്യങ്ങളെല്ലാം അയച്ചു തരുമായിരുന്നു. സാക്ഷ്യങ്ങൾ അയച്ചു തന്നെങ്കിലും ഞാൻ ഒന്നും കാണില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ തട്ടിപ്പാണ് നടത്തുന്നത്, ഇവരാളെ വെച്ചിട്ടാണ് കൃപാസനത്തെ സാക്ഷ്യം പറയുന്നത്, ആൾക്കാർ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ OIT പാസ്സാവുകയാണ്. ഞാൻ നഴ്സാണ്. ഞാൻ OIT പാസ്സായി 2023 ഡിസംബർ 16 ഞാൻ OIT പാസ്സാവുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ OITക്ക് 2 വർഷത്തെ കാലാവധി ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ യൂറോപ്യൻ കൺട്രിയിലേക്ക് കടന്നു പോയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ OIT എഴുതിയത് വെറുതെ ആവും. അങ്ങനെ ഇരിക്കെ എനിക്ക് ആകെ 5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ ഗൾഫ് കൺട്രീസ് ഒന്നും പോയിട്ടില്ല. ഞാൻ ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് UK ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും UKയുടെ ഫ്രീസായി, പ്രോസസ്സിങ് എല്ലാം ഫ്രീസായി, അവിടെ നിയമങ്ങളെല്ലാം മാറി, ഗവൺമെൻറ് മാറി, അങ്ങനെ എല്ലാം ഫ്രീസായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്തു. DL കിട്ടി. എന്നിട്ടും ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴും എൻ്റെ അമ്മ പറയുന്നുണ്ട്, കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുത്ത് ഒരു പ്രാവശ്യം നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്. എപ്പോഴും ഞാൻ പറയുന്നത് എല്ലാ മാതാവും ഒരുപോലെയല്ലേ, ഈ മാതാവിന് ഇത്തിരി ഗ്രേ കളറുണ്ട്, വീട്ടിലത്തെ മാതാവ് വൈറ്റാണ്, പിന്നെ എന്തിനാ എല്ലാവരും ഒരുപോലെയല്ലേ, പ്രാർത്ഥിച്ചാൽ പോരെ. അപ്പോഴമ്മ കൂടുതൽ പറഞ്ഞു ഉടമ്പടി എടുക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം മാർച്ച് 2, 2025 കഴിഞ്ഞ വർഷം മാർച്ചിന് 2-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പാസ്പോർട്ടും കൊണ്ടിട്ടാണ് ഞാൻ വന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ട് മുട്ടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം എനിക്ക് വന്നു. പ്രാർത്ഥിക്കും, ഞാൻ പള്ളിയിൽ പോകും എല്ലാ ദിവസവും. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥന ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു വ്യക്തിപരമായിട്ട്. ഇപ്പോൾ പള്ളിയിൽ കുർബാനയ്ക്ക് ഇടയ്ക്കായാലും ഞാൻ ലേഖനമൊക്കെ വായിക്കാൻ കയറും. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഒരു അരമണിക്കൂറോ ഒരു 10 മിനിറ്റ് പോലും ഞാൻ ബൈബിൾ ഇന്ന് വരെ ഉടമ്പടി എടുക്കണമെങ്കിൽ മുമ്പ് വരെ ഞാൻ വായിച്ചിട്ടില്ല. അതിനുശേഷം ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ അടുത്ത് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഡേറ്റ് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മാതാവേ, ഏപ്രിൽ 20 എന്നൊരു ഡേറ്റ്, അതായത് 2025 മാർച്ച് 2 ഞാൻ വന്നു. എനിക്ക് ഏപ്രിൽ 20 മുന്നേ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടണം, ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ ഉണ്ടാവണം. ഏപ്രിൽ 20 കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്റർ ആയിരുന്നു. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് നിൻ്റെ മകൻ്റെ ഈസ്റ്റർ കുർബാന ഞാൻ അർപ്പിക്കാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് നന്ദിയുടെ കുർബാനയായിരിക്കണം അർപ്പിക്കാൻ പറ്റേണ്ടത്. എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ ഉണ്ടായിട്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അർപ്പിക്കാൻ പറ്റണം എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് ആ 1.5 മാസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന്. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്നിട്ട്. എനിക്കറിയില്ല ഇവിടെ വന്നപ്പോൾ എൻ്റെ വിശ്വാസം എങ്ങനെ കൂടിയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, പാസ്പോർട്ട് മുട്ടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. മാർച്ച് 3-ാം തീയതി രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എൻ്റെ പേഴ്സണൽ പ്രയറിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് തലേ ദിവസം വരെ അപ്ലൈ ചെയ്തിരുന്നിടത്ത് ഒന്നും കൂടി ഞാൻ റീഅപ്ലൈ ചെയ്തു. എല്ലായിടത്തേക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. ഞാൻ അപ്ലൈ ചെയ്തു. കൃത്യം 13 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു സ്ക്രീനിങ് മെയിൽ വന്നു. നീ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് മെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. അത് ഞാൻ സെലക്റ്റായി. ഈ സ്ക്രീനിങ് മെയിൽ വന്നതോ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നതോ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ പറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അങ്ങനെ സ്ക്രീനിങ് മെയിൽ സെലക്ട് ആയിട്ട് എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ ഡേറ്റ് ആണ് ഏപ്രിൽ 13-ാം തീയതി ഇൻ്റർവ്യൂ ഡേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് നീ കൊള്ളാം, കാരണം എനിക്ക് 20 എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ 13-ാം തീയതി തന്നെ എൻ്റെ എല്ലാം ശരിയാക്കി തരുവാണല്ലോ. 13-ാം തീയതി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്കൊരു ക്ലാസ്സാണെന്നും പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം കൊണ്ടാണ് കയറിയത്. ഉപ്പും തൈലം, ഉടമ്പടി ഉടുപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി പ്രാർത്ഥന ബുക്ക്, കാശ് രൂപം എല്ലാം കൊണ്ട് കയറി. ഞാൻ ഫോണിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണേ.
അപ്പോൾ ഇതെല്ലാം ചുറ്റി വച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഫോണിലെല്ലാം ഇങ്ങനെ പുരട്ടി കൊടുത്ത് കുരിശ് വരച്ചു എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ട് കയറി. അപ്പോൾ ഇവർ നമുക്ക് ഇൻ്റർവ്യൂവിന് മുമ്പ് പറയും കറക്റ്റ് ഇൻ്റർനെറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം, എല്ലാം എല്ലാം നമുക്കൊരു ലിസ്റ്റ് തരും. അതുപോലെ തന്നെ ഫുൾ ഇൻ്റർനെറ്റ് ഉള്ളിടത്തൊക്കെ തന്നെ ഇരുന്നതും. പക്ഷേ ഇൻ്റർവ്യൂ തുടങ്ങി 2 ക്വസ്റ്റ്യനെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫോൺ ഓഫായി പോയി. എങ്ങനെയാണെന്നറിയില്ല. വീട്ടിലാണെങ്കിൽ പറഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞിട്ട് താഴത്തേക്ക് ഓടി അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അമ്മ ആദ്യം ദേഷ്യപ്പെട്ടു. എങ്കിൽ തന്നെ അമ്മ എന്നോട് പറഞ്ഞു കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. 2 തിരി ഞങ്ങൾ കത്തിച്ചു, നീലയും പച്ചയും കത്തിച്ചു. അങ്ങനെയൊന്നും കത്തിക്കാൻ 2 കൂടി ഒരുമിച്ച് കത്തിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. 2 ഒരുമിച്ച് കത്തിച്ചു വെച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമ്പോൾ നിന്ന് ഞാനും അമ്മയും കൂടി എത്തിച്ചു തുടങ്ങി. 20 മിനിറ്റ് കഴിഞ്ഞു, ഒന്നും ആയില്ല. അപ്പോൾ ഞാൻ ഫോൺ വെറുതെ ഒന്ന് ചാർജ് ചെയ്ത് ഓണാക്കിയപ്പോൾ ഫോൺ ഓണായി. ചാർജ് ഉണ്ട്, ഒരു 72% ഫോണിൽ ചാർജ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഫോൺ ഓഫായി എന്നൊന്നും അറിയില്ല. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത ഫോണായിരുന്നു. ഫോൺ തപ്പം ഓണായി 20 മിനിറ്റുകൾക്ക് ശേഷം. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എൻ്റെ ഫോൺ ഇങ്ങനെ ഓഫായി പോയി, എനിക്കൊന്ന് റീസ്കെഡ്യൂൾ ചെയ്ത് തരുമോ ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചപ്പോൾ മെയിൽ ത്രൂ മാത്രമേ നമുക്ക് അവർക്ക് കണക്ഷനുള്ളൂ. ഡയറക്റ്റ് അയർലൻഡിലോട്ടാണ് നമ്മളിത് മെയിൽ അയക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓരോ കുട്ടിക്കും സ്കെഡ്യൂൾ ചെയ്തേക്കുന്ന ടൈമുണ്ട്, പ്രിൻസിക്ക് മാത്രം വേറെ സ്കെഡ്യൂൾ ചെയ്ത് തരാൻ പറ്റില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ആകുമ്പോൾ ഞങ്ങൾ പറഞ്ഞേക്കാം, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞോളൂ. ഞങ്ങൾ പിന്നെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എന്തിനാണെന്നറിയില്ല, പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ മാതാവിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് എത്തിച്ചോ, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നൊരു ഉറപ്പിൽ ഞങ്ങളങ്ങനെ എത്തിച്ചുകൊണ്ടേയിരുന്നു. അരമണിക്കൂറിന് ശേഷം എൻ്റെ ഓണായ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വന്നു അയർലൻഡ് നമ്പറിൽ നിന്ന്. പ്രിൻസി കൺഗ്രാജുലേഷൻസ്, നീ പാസ്സായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അത് കേട്ടിട്ടൊന്നും മനസ്സിലാവണില്ല. ഞാൻ സ്പീക്കറിലിട്ട് ഒന്നും കൂടി കേട്ടു. ഇനി ഒന്നും കൂടി പറയാമോ എന്ന് ചോദിച്ചു. അവർ പിന്നെയും പറഞ്ഞു കൺഗ്രാജുലേഷൻസ് പ്രിൻസി, നീ പാസ്സായി ഇൻ്റർവ്യൂ, ഓഫർ ലെറ്റർ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ അയച്ചേക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. കാരണം ഞാൻ അതുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു അഹങ്കാരം പോലെ ചിലപ്പോൾ ഉണ്ടായി കാണും, ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടിയതാണെന്ന് ഉള്ളത്. ഞാൻ അതിന് മാത്രം നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പഠിച്ചത് കൊണ്ടും അല്ല കിട്ടിയത്, മാതാവിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനുശേഷം ഓഫർ ലെറ്റർ വന്നു, പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ DLൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു ഇഷ്യൂ, അതായത് അയർലൻഡിൽ പോയവർക്ക് അറിയാൻ പറ്റും, അയർലൻഡിന് മുൻപ് നമുക്ക് DL എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ എടുക്കണം. അതിൻ്റെ വാലിഡിറ്റി കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പുതിയ DL വേണം, എന്നാലാണ്, അല്ലെങ്കിൽ മെയിലേക്ക് കയറി പോകണം. മെയിലേക്ക് കയറി പോകാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് പുതിയ DL വേണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആ DLൻ്റെ ഡേറ്റ് അവർ പറയുന്നത് മെയ് 10-ാം തീയതി നമ്മളോട് പറയണേ DL എടുക്കാനായിട്ട്. മെയ് 30-ാം തീയതിക്കുള്ളിൽ വേണമെന്നും പറഞ്ഞു. അത് കുറച്ചൊരു സമയം നമുക്കുള്ളൂ, പേപ്പറുകളെല്ലാം കളക്ട് ചെയ്ത് അയക്കാനുള്ള സമയം നമുക്കിടെ കയ്യിലില്ല. അപ്പോഴും ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പോഴും ഒരു ക്വയറി വന്നു, സിലബസ് ഒന്നും ക്ലിയർ അല്ല, 2ാമത് അയക്കണം. ഒരു ക്വയറി വന്നിട്ടുണ്ടെങ്കിൽ DLന് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം എടുക്കും പുതിയ ഫയൽ അവർ എടുക്കാനായിട്ട്. ഞങ്ങൾ ഈ ക്വയറിയുടെ ഫയൽ സബ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ കൃപാസനത്തിൽ പിന്നെ പുതുക്കാനായിട്ട് വന്നു. കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പേപ്പറായിട്ട് അച്ഛനെ കണ്ടു. ഇവിടെ ബ്ലെസ്സിങ്ങിന് ഇവിടെ മുട്ടുകുത്തി നിന്നു. അച്ഛൻ എൻ്റെ പാസ്പോർട്ട് മേടിച്ച് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് പോയി മുട്ടിച്ചതിന് ശേഷം വന്ന് എൻ്റെ തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല, പോയി രക്ഷപ്പെടുമെന്ന് മാത്രം പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു മാതാവിൻ്റെ മുഖത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ എറണാകുളം എത്താറായപ്പോഴേക്കും എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചേഞ്ചായി. ഓൺ ദ നെക്സ്റ്റ് ഡേ എനിക്ക് എൻ്റെ DL വന്നു. മെയ് 30-ന് അയക്കണമെന്ന് പറഞ്ഞത്, DL സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് മെയ് 26-ന് എനിക്ക് കിട്ടി. അത് ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ DLും കിട്ടി. ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും നടന്നു. ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഈ അനുഗ്രഹം മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വിസയുടെ സമയത്ത് ഞാൻ പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് പിന്നെ പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന ഒരു ഇൻ്റർവ്യൂ ആണിത്, നീ തന്നതാണെന്ന് എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 4/5, എൻ്റെ ബർത്ത് ഡേറ്റ് ഒരു 4-ആണ്. അപ്പോൾ ഞാൻ 4/5 ആ ഒരു പേജ് തുറന്ന് പിടിച്ചിട്ട് അതിനകത്ത് ഒരു തരി ഉടമ്പടി ഉപ്പ് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്നതാണെന്ന് എൻ്റെ വിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് നീ 2 പേജിൽ ഏതെങ്കിലും ഒന്ന്, ഞാൻ തുറന്ന് പിടിച്ചാൽ പ്രാർത്ഥിച്ചത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പേജിലായിരിക്കണം എനിക്ക് വിസ അടിച്ച് വരേണ്ടത് എന്നും പറഞ്ഞ് ഞാൻ വിസയ്ക്ക് പാസ്പോർട്ട് ഞാൻ അവരുടെ ഓഫീസിൽ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. കൃത്യം 15-ാം ദിവസം നമുക്ക് വിസ വന്നു. ഞാൻ വേഗം തുറന്ന് നോക്കിയത് പേജ് നമ്പറാണ്, ഏത് പേജിലാണ് എനിക്ക് വന്നതെന്നുള്ളത്. 5-ാമത്തെ പേജ് തന്നെയായിരുന്നു എൻ്റെ വിസ വന്നിരുന്നത്. ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതി അയർലൻഡിലോട്ട് പോയി. ഇപ്പോൾ ഞാൻ ലീവിന് വന്നതാണ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. 7 മാസം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ കൃപാസനത്തിൽ ഇവിടെ അഖണ്ഡ ജപമാല നടക്കുന്ന സമയത്ത് ആ ഡേറ്റ് തന്നെ അയർലൻഡിൽ നോക്ക് എന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയുണ്ട്. അവിടെ ഞങ്ങൾ ആ ദിവസം തന്നെ അവിടെയും ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്കെല്ലാം പോയിരുന്നു.
വിശ്വാസത്തിൻ്റെ ഒരു തീക്ഷ്ണത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുകൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുകയും, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാർഡ് എടുത്തിട്ട് ആ വാർഡിൽ ഞങ്ങൾ തലേദിവസം പോയി പറയും ഇത്ര പേർക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവർക്കുള്ള ഭക്ഷണം കൊണ്ടേ കൊടുക്കുകയും, പിന്നെ ഇപ്പോൾ 2 പേര് രോഗികളായിട്ടുള്ള വീടുകളും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള പൈസ അങ്ങനെ കൊടുക്കും. പിന്നെ തെരുവീതികളിൽ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്കുള്ള ഭക്ഷണവും കൊണ്ടേ കൊടുക്കാറുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. സങ്കീർത്തനങ്ങൾ 91:15 തിരുവചനം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. പ്രിൻസി എന്ന ഈ മകൾ അത്ഭുതകരമായി പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ലഭിച്ച വിദേശത്തേക്കുള്ള പ്രോസസ്സ് പൂർത്തീകരിച്ച് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ ആരംഭം അത് അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും നിഷേധത്തിൻ്റെയും വാക്കുകളാണ്. കൃപാസനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞ നാളുകളിൽ അതിനെക്കുറിച്ചുള്ള ട്രോളുകളും വിമർശനങ്ങളും അതാണ് സത്യമെന്ന് കരുതി അമ്മയോട് പോലും നിരന്തരം കലഹിച്ച് മാതാവിൻ്റെ അരികിൽ വരുവാനോ മാതാവിനെ പ്രാർത്ഥിക്കുവാനോ ഉള്ള സാധ്യതകളെപ്പോലും തള്ളിക്കൊണ്ട് ജീവിച്ച ഒരു കാലത്തെക്കുറിച്ചാണ് മകൾ ആദ്യം പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ദൈവശക്തിയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ഈ ആലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മ വെറുതെ ഒരു ദിനം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതുമല്ല. അതിന് കൃപാസനത്തിലെ സ്ഥാപക ഡയറക്ടർ BP ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധവും ത്യാഗപൂർണവും വിശ്വസ്തതയുമുള്ള ദൈവസന്നിധിയിലെ പ്രാർത്ഥനയും ആരാധനയും അമ്മ മാതാവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള ഒരു ജീവിതവുമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഏതാണ്ട് ഒന്ന് കണ്ണു തുറന്ന് കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായം മുതൽ തൻ്റെ ആത്മീയ അനുഭവങ്ങളും ആത്മീയ ജീവിത രീതികളും എന്തെന്ന് അച്ഛൻ തൻ്റെ ആത്മകഥയിൽ തദേവ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ താളും നാം കടന്നു പോകുമ്പോൾ ദൈവം എങ്ങനെ വഴി നടത്തി, അമ്മ എങ്ങനെ കാത്തുകൊണ്ടു, ചെറുപ്പത്തിൽ മരിച്ചു പോകാമായിരുന്ന രോഗാവസ്ഥകളിൽ നിന്ന് അമ്മ എങ്ങനെ ആരോഗ്യം കൊടുത്ത്, ഈശോ എങ്ങനെ തൻ്റെ തിരുരക്തത്താൽ സംരക്ഷിച്ച് തന്നെ വളർത്തുകയും തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഏറെ ക്ലേശകാലഘട്ടത്തിലും അതിനെ എങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിക്കുവാൻ തന്നെ സഹായിക്കുകയും ചെയ്തുവെന്നൊക്കെ അച്ഛനതിൽ നന്നായി സുന്ദരമായി ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ വിവരിക്കുന്നുണ്ട്. പൗരോഹിത്യം സെമിനാരിയിൽ ചേരുമ്പോൾ സെമിനാരിയിൽ തിരസ്കരിച്ചതിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് അതച്ഛൻ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. പൗരോഹിത്യം സ്വീകരിക്കുവാനാകുമ്പോൾ വീടാകെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മാറിയതിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് അച്ഛനതിൽ വിവരിക്കുന്നുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെയും തൻ്റെ ആ വളരെ ബാല്യകാലം മുതൽ ഓരോ നിമിഷവും താൻ കരം പിടിച്ചമ്മയും തന്നെ മുന്നോട്ട് നയിച്ച മാതാവിൻ്റെ സംരക്ഷണവുമാണ് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ബലവും ആസ്തിയുമെന്ന് അച്ഛൻ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതാണ് അമ്മയോടൊപ്പമുള്ള അച്ഛൻ്റെ യാത്രയുടെ തുടർച്ച നമ്മൾ ആ പൗരോഹിത്യ ജീവിതത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, അമ്മയെ അത്ര കണ്ട് ഓൺ ചെയ്യുകയും ആയിരക്കണക്കിന് മക്കൾക്ക് താൻ അധരം തുറന്ന് പറഞ്ഞു തുടങ്ങിയ നാൾ മുതൽ അമ്മയെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയ കാര്യങ്ങൾ നമുക്കൊരുക്കിത്തരുമെന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ ബോധ്യവും അവരെ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചും മരിയ ഗീതികൾ ആലപിച്ചും മെയ് മാസ വണക്കത്തിൽ ചേർത്ത് പിടിച്ചും കൊന്തമാസത്തിൽ അവരെ നിരന്തരമായി അമ്മയിലുള്ള ശരണപ്പെട്ട പ്രാർത്ഥനയിൽ കുടുംബങ്ങളെ വിശദീകരിച്ചും അച്ഛൻ നടത്തിയ ആത്മീയമായ തീർത്ഥാടനത്തിന്, ത്യാഗോജ്വലമായ സഹന ജീവിതത്തിന് അമ്മ മാതാവ് കൊടുത്ത സമ്മാനമാണ് ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ ആരാധന മധ്യേയുള്ള അമ്മയുടെ വെളിപ്പെടുത്തലും ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശവും. അത് അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് സാധാരണ ബുദ്ധിക്ക് അത് ഉള്ളിലേക്ക് എടുക്കുക അത്ര എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് വിമർശനം വരിക, വിശ്വാസമില്ലായ്മ ഉണ്ടാവുക, വല്ലാതെ അതിനെ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. അത് 18-19 കാലഘട്ടത്തിൽ 16-17 കാലഘട്ടത്തിൽ കൃപാസനം കടന്നുപോയ വലിയ സഹനത്തിൻ്റെ ഒരു കാലം കൂടിയാണ്.
എന്നാൽ ഓരോ സഹനത്തിലും ഓരോ തിരസ്കരണത്തിലും ആരൊക്കെ എവിടെയൊക്കെ എതിർത്തോ അവിടെയൊക്കെയും ഈ അമ്മ മാതാവ് അമ്മയെ തേടിയെത്തിയ മക്കൾക്ക് ശക്തമായ അടയാളങ്ങളിലൂടെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ചിതറിപ്പോയ കുടുംബങ്ങളെ ഒരുമിച്ച് ചേർത്ത് രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്ത് കരഞ്ഞ് തളർന്ന് പ്രതീക്ഷയില്ലാതെ നിന്നിരുന്ന മക്കൾക്ക് ജോലിയും പരീക്ഷയ്ക്ക് വിജയവും കുടുംബത്തിന് സുസ്ഥിതിയും കൊടുത്ത് അമ്മയുടെ അടയാളങ്ങൾ അമ്മയിലേക്ക് ആയിരങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി ശക്തമായ അമ്മ നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ സന്തോഷത്തിൻ്റെ കാലമാണിത്, അതിൻ്റെ കൊയ്ത്തിൻ്റെ കാലമാണിത്. അമ്മ നൽകിയ ശക്തമായ അടയാളങ്ങളിലൂടെ ആയിരങ്ങൾ അമ്മയെ തേടിയെത്തി. ഇന്ന് അമ്മയിൽ ശരണപ്പെടുന്നവർക്കൊക്കെയും അമ്മ വലിയ അടയാളങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവശക്തി തൻ്റെ പ്രാർത്ഥനയിലൂടെ ലോകത്തിന് അനുഗ്രഹമാകുമെന്ന് അമ്മ വെളിപ്പെടുത്തുന്ന നാളുകളാണിത്. അതുകൊണ്ട് മകളുടെ സാക്ഷ്യം മകൾ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പരീക്ഷിക്കുവാൻ വേണ്ടി സംശയമനസ്കരായി പാതിവിശ്വാസത്തോടുകൂടി അമ്മയെ തേടിയെത്തുന്നവരാണോ, അതോ ഹൃദയവും ജീവിതവും ഈ അമ്മയുടെ തിരുനടയിൽ ഇറക്കി വെച്ച് അമ്മ സഹായിക്കുമെന്ന് ഉത്തമ ശരണത്തോടുകൂടി അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുന്നവരാണോ? ശരണപ്പെട്ടുകൊണ്ട് അമ്മയിൽ ആശ്രയിക്കാം. ജീവിതത്തെ അമ്മ സഹായിക്കും. ഈശോയുടെ ശക്തിയും സഹായവും നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും അമ്മ നേടിത്തരും. അമ്മ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയാണ്. ദുരന്തങ്ങൾ അകറ്റുവാൻ അമ്മ കൂടെ നിന്ന് നമുക്ക് വഴിയൊരുക്കും. അതാ മകൾ പറയുന്നത്, 3 വർഷം കൊണ്ട് നടക്കാതിരുന്നത് അമ്മ മാതാവ് 3 മാസം കൊണ്ട് മകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സാക്ഷ്യം. നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവിക അനുഭവങ്ങൾക്കും വിശ്വാസബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് വിജുകുമാറാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ ഭാര്യ സുമി, തയ്യൽ കടയാണ്. എൻ്റെ മോള് വേണി 10ലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ വരാനുള്ള സാഹചര്യം, ഞാൻ കൺസ്ട്രക്ഷനിലായതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വീട് വെച്ച് വിൽപ്പനയ്ക്കിട്ടാലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ വർക്ക് തുടങ്ങിയതായിരുന്നു. അപ്പോഴേ എൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ലോണും കൂടെ എടുത്തിട്ടാണ് വീടിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ വീട് പണി തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട് വാങ്ങാൻ തന്നെ ഒരു 3-4 ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൂടി ഒപ്പിച്ച് ഞാൻ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ വീട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും വീട് വാങ്ങാൻ ഞാൻ ഉടനെ വില സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരും പിന്നെ തിരിച്ച് വിളിക്കുന്നുമില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാനൊരു ഹിന്ദുവും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ ഒരു ആചാരത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ഈ കടങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് വിളിക്കാൻ തുടങ്ങും, ലോൺ അടച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര ഭയങ്കരമായിട്ട് വിഷമവും എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥ അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാവും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഒരു നിവൃത്തിയില്ല. അപ്പം ഞാൻ ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല, ബാങ്കിൽ വിളിച്ചിട്ട് ആകെ പ്രശ്നം. അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് തയ്യക്കട ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരും, നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ച് അങ്ങനെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2025 ജനുവരിയിൽ ഞാൻ വൈഫുമായിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഉടമ്പടിയൊന്നും എടുത്തില്ല, കാരണം നമ്മളൊരു ഹിന്ദു അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇതിലോട്ട് ഇങ്ങനെ വരാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ.
അങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു, നല്ലവണ്ണം പ്രാർത്ഥിച്ചു പോയി. പക്ഷേ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ ചോദിച്ചു എന്തായി പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് ഒന്നും ആയില്ല, ഒന്നും ആൾക്കാരും വിളിക്കുന്നില്ല. അവിടെ നിന്ന് മണ്ണൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കണം, ഉടമ്പടിയും കൂടെ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയാണ്, എങ്കിൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും മാർച്ച് മാസം 8-ാം തീയതി ഞാനിവിടെ വന്നു. ഉടമ്പടി എടുത്ത് നല്ലവണ്ണം പ്രാർത്ഥിച്ചു, കരഞ്ഞ് അത്രയും ഇതായിട്ട് ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നില്ലേ, അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, കുറേയൊക്കെ പോരായ്മകളൊക്കെ വരുമല്ലോ. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ച് 2 മാസമായി, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ എൻ്റെ വിചാരം ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ എന്നാൽ എൻ്റെ വിശ്വാസം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് എല്ലാവരോടും പറയും ഇങ്ങനെ കൃപാസനം ഭയങ്കര അത്ഭുതമാണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്കിതിപ്പോൾ ഉടനെ നടക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉടമ്പടിയിൽ വന്നില്ലെങ്കിൽ പോലും അവർ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ഓരോരുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്കും നടക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ ശക്തമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയും ഒന്നും നടക്കാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ 3 മാസവും കഴിഞ്ഞ് 90 ദിവസവും കഴിഞ്ഞിട്ട് എൻ്റെ കാര്യമൊന്നും നടന്നില്ല. അപ്പോൾ അടുത്ത് ഉടമ്പടി പുതുക്കാറായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വീണ്ടും എൻ്റെ ഒരു അവസ്ഥ, മാനസികാവസ്ഥ ഭയങ്കര കഷ്ടത്തിലായി. കാരണം എൻ്റെ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇനി എൻ്റെ അങ്ങോട്ട് സഹിച്ച് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ, മാനസികാവസ്ഥയിൽ. അപ്പം ഞാൻ വീണ്ടും വന്നു ഉടമ്പടി പുതുക്കി ഞാൻ പോയി, നല്ലവണ്ണം പ്രാർത്ഥിച്ച് പോയി. അപ്പോൾ 2ാമത് ഉടമ്പടി എടുത്തപ്പോഴെനിക്ക് ഇവിടെ മാതാവിൻ്റെ ഇത് സ്വീകരിക്കാനായിട്ട് എനിക്ക് കുടയാണ് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു വിശ്വാസം, എനിക്ക് കുടയൊക്കെ കിട്ടിയല്ലോ, ഇനിയിപ്പം എന്തായാലും അത് നടക്കും. അങ്ങനെ ഏകദേശം 1 മാസം ആവാറായപ്പോൾ വീണ്ടും എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എന്തോ കുഴപ്പമാണെന്ന്. പിന്നെ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കൂടുതൽ കണ്ടു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്താണ് ഉടമ്പടി എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നുള്ളത് കൂടുതലും ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പോരായ്മകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അങ്ങനെ അത് മനസ്സിലാക്കി അത് ഉടമ്പടിയിലോട്ട് അതിശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കുക. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ കാര്യമൊന്നും നടക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഒരു മാനസികാവസ്ഥ വീണ്ടും വഷളായി വന്നപ്പോഴേക്കും ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് തുണ്ടെടുത്ത് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു. അച്ഛനെ കാണാൻ എനിക്ക് തുണ്ടെഴുതി കിട്ടി. അപ്പം ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു, അച്ഛൻ ബ്ലസ് ചെയ്തു. എന്നിട്ടൊരു കാശുരൂപം തന്നു എനിക്ക്. കാശുരൂപം തന്നിട്ട് പറഞ്ഞു, ഈ കാശുരൂപം നീ കൊണ്ടുവന്ന് നിൻ്റെ വീടും സ്ഥലവും മാതാവിന് സമർപ്പിച്ചിട്ട് ഒരു കുഴിയെടുത്ത് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് അവിടെ വയ്ക്ക്, എന്നിട്ട് മാതാവിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് നീ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഈ കാശുരൂപമായിട്ട് അവിടെ പോയി പിറ്റേ ദിവസം എനിക്ക് സൈറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ കാശുരൂപം കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കിയാൽ വീടൊക്കെ അത്രയും കരിയിലായിട്ടൊക്കെ കിടക്കുന്നു, വീടിൻ്റെ 4 സൈഡ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ തൂത്ത് ഒന്ന് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് തളിച്ചതിന് ശേഷം മാതാവിൻ്റെ കാശുരൂപം വയ്ക്കാം, അത്രയും പവിത്രമായിട്ടുള്ളൊരു കാശുരൂപം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴുണ്ട് 2 സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, നീ ഈ വീട് വിൽക്കാനല്ലേ ചെയ്തിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. അത് കച്ചവടമായോ? ഞാൻ പറഞ്ഞു ഇല്ല, അത് എൻ്റെ മോൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് വില എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് അത് മോൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അവർ വന്നു. അവരുടെ മോക്കും മരുമോനും ഭയങ്കര വീട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എന്തായാലും ഇത് നടക്കുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ഒന്ന് വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അവർ പോയി. അവരെനിക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത ഞായറാഴ്ച വിളിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം കൂടുതലും കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി ഈ സാക്ഷ്യം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ സൈറ്റിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പോഴേ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചു, ഒരു വെള്ളിയാഴ്ച ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ പൈസ അടയ്ക്കണം, മുടക്കമാണ്, ഇല്ലെങ്കിൽ അത് ജപ്തി നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ്, അപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ നടക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു, ഇത് വില ഒന്ന് പറഞ്ഞ് എത്ര പറഞ്ഞാലും കുഴപ്പമില്ല, അത് കൊടുക്കാം, കാരണം എൻ്റെ കടങ്ങളൊക്കെ തീർത്തിട്ട് നഷ്ടമായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയിലായി. അങ്ങനെ ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഇപ്പോൾ തന്നെ അവർ വിളിക്കണം, എന്നെ വിളിച്ചിട്ട് ഇതൊരു തീരുമാനം പറയണം മാതാവേ എന്ന് പറഞ്ഞിട്ട്, കൃപാസന മാതാവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥനകൾ ഇങ്ങനെ പറഞ്ഞ് നിന്നപ്പോഴേക്കും അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട് നമുക്ക് പറഞ്ഞ വിലയിൽ സമ്മതമാണ്, നമുക്ക് ഉടനെ തന്നെ അഡ്വാൻസ് ചെയ്യാം, ഞാൻ ചേട്ടനും കൂടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് ഒന്നുകൂടെ വിളിക്കാം എന്നാണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. അപ്പോൾ ഞാൻ അത്രമാത്രം വേദനയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു. അത് അത്ര ഹൃദയം പൊട്ടിയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞാനത് അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഞായറാഴ്ച വീണ്ടും എന്നെ ഞായറാഴ്ച വിളിച്ചിട്ട് പറഞ്ഞ്, ബിജു അത് ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും, അതായത് എൻ്റെ മരുമോനൊക്കെ ദൂരെയാണ് ജോലി ചെയ്യുന്നത്, അവൻ ഇന്നിപ്പോൾ വന്നതേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡ് വണ്ടിയൊക്കെ ഓടിയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനൊരു തീരുമാനമായത്, നമുക്ക് വസ്തു എടുക്കാൻ സമ്മതമാണ്. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കണം, വെള്ളിയാഴ്ച പറഞ്ഞതാണല്ലോ, ഈ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞതാണല്ലോ, അവരിപ്പോഴാണ് തീരുമാനിച്ചിട്ട് ഇത് പറഞ്ഞതെന്നുള്ളത്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് മാതാവാണ് എന്നെ വിളിച്ച് എന്നെ ആശ്വാസപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഒരുപാട് ദൈവത്തോട് അത് അപ്പോഴേ തന്നെ നന്ദി പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞപ്പോഴൊക്കെ അവർ പിന്നെ ഒരു ആഴ്ചയോടെ കഴിഞ്ഞപ്പോൾ എനിക്ക് 3 ലക്ഷം രൂപ അവർ അഡ്വാൻസ് ആയിട്ട് തന്നു, എഗ്രിമെൻ്റ് എഴുതി. അങ്ങനെ ഞാൻ എൻ്റെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ അവർ പറഞ്ഞ് നമുക്ക് 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ഇടപാട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 മാസം കൂടെ കഴിഞ്ഞ് ആ വസ്തു ഇടപാടും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിനകത്തായി അതിൻ്റെ ഇടപാട് കഴിഞ്ഞു. അപ്പം അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിനോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ഞാൻ മാതാവിനെ നന്ദി പറയുന്നുണ്ട്. കാരണം എൻ്റെ ഒരു എന്താ പറയുക, ഈ ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏത് നിമിഷവും നമുക്ക് എന്തും ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു ആ നിമിഷങ്ങളെല്ലാം കടന്നു പോയത്. പക്ഷേ അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എന്നും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിന് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സാക്ഷ്യങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കുക. എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഈ സാക്ഷ്യം കൂടുതലായിട്ട് കേൾക്കണം. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് അറിയാമല്ലോ, നമ്മൾ കൃപാസനത്തിൽ പോയി നമ്മളത് ചെയ്യുകയാണല്ലോ. പക്ഷേ എന്നാലും നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ സാക്ഷ്യത്തിനകത്തും ഓരോരോ അറിവുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ കൃപാസനത്തിൽ ഞാൻ വർഷങ്ങൾ കൊണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അതല്ല, അതിൻ്റെ അപ്പുറത്ത് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുക, പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ അതിനകത്ത് ഇന്നും നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോള്. അവൾ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ്. സ്കൂളിലൊക്കെ എല്ലാവരും ടീച്ചർമാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇവൾക്ക് ഭയങ്കര ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഇവൾ ഏറ്റവും കൂടുതൽ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇവളുടെ ക്രിയേറ്റിവിറ്റികളാണ്. വരപ്പ്, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ സുഹൃത്തുക്കൾക്ക് ഈ പടം വരച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ സ്പോർട്സ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ. ഈ പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഇവൾ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട്. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ മതി ഇവൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷേ ഇവൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയില്ല. വീട്ടിൽ വന്നിരുന്ന് ഇപ്പം നമ്മൾ എക്സാമാണ്, നീ പഠിക്ക് എന്ന് പറഞ്ഞാൽ പോലും ഇവള് ഞാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് അങ്ങ് പോവും. ഞാൻ പിന്നെ ഈ പൊതുവെ ഇവളെ അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കൊന്നും പറയാറില്ല, അടിക്കാറുമില്ല. കാരണം അങ്ങനെയൊന്നും അടിച്ചിട്ട് കാര്യമില്ല. അവർ വിചാരിക്കണമല്ലോ, അവർ പഠിക്കണോ വേണ്ട എന്നുള്ളത് അവർക്കൊരു തോന്നൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോവേ ഉള്ളായിരുന്നു. അങ്ങനെ ഇപ്പോൾ SSLC ലാസ്റ്റ് പരീക്ഷ ടൈം ആയപ്പോഴും ഇവൾക്ക് മാർക്കില്ല. ഇവൾക്ക് ഏറ്റവും ഒന്നും അറിയില്ല. ഈ ഹിന്ദി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവൾക്ക് ഒരു വക അറിയത്തില്ല. ഇവള് അതിൻ്റെ മാർക്കെന്ന് പറയുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആരും അങ്ങനെ പറയാത്ത പോലുമില്ല. ഇവൾക്ക് റിട്ടേൺ ടെസ്റ്റിന് ഇവൾക്ക് വന്ന മാർക്കെന്ന് പറയുന്നത്
3, 4 ഒക്കെയാണ് ഹിന്ദിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എക്സാമാണ് SSLC, അപ്പോൾ ഇവൾക്ക് എങ്ങനെ മാർക്ക് കിട്ടും, ഇവളെങ്ങനെ ജയിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവൾക്ക് മാത്സിൽ നല്ല മാർക്കുണ്ട്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കയ്യൊപ്പ് വാങ്ങിച്ച് അച്ഛൻ പേനയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ് നീ എക്സാം എഴുതി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് നീ ഇവിടെ വന്നാൽ മതി, ധൈര്യമായിട്ട് പൊക്കുമെന്ന് പറഞ്ഞ് തോളി തട്ടി നല്ലതായിട്ട് ബ്ലസ് ചെയ്ത് വിട്ട്. അപ്പോൾ ഞാനും സന്തോഷമായിട്ട് പോയി. അന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അച്ഛൻ അന്ന് ബ്ലെസ്സിങ് ഇല്ലെന്ന് പറഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ആകെപ്പാടെ സങ്കടമായിപ്പോയി. അപ്പം ഞാനിവിടെ മാതാവിൻ്റെ അവിടെ നിന്ന് ഇവിടെ എല്ലാ മാതാവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥിക്കും, ഈശോയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് ഒരു 11 മണിയായപ്പോൾ പറഞ്ഞു അന്ന് ആ ക്യൂവിൽ നിന്ന് അവരെല്ലാവരും പോയതാണ്. വീണ്ടും ഞാൻ നോക്കിയാൽ കുറച്ച് ക്യൂ നിൽക്കും. അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അച്ഛൻ ബ്ലെസ്സിങ്ങിന് വരണുണ്ട്, അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു, ബ്ലെസ്സിങ്ങിന് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും സന്തോഷത്തോടെ നിന്നാണ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ച് പോയത്. പോയി സത്യം പറഞ്ഞാൽ ഇവക്ക് എക്സാം കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഇവക്ക് 81% മാർക്കോടുകൂടിയാണ് അവൾ പാസ്സായത്. കാരണം ഈ ഹിന്ദിക്ക് A+. എന്നാൽ ഇവർക്ക് അറിയാവുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മാർക്ക് A+ കിട്ടുമെന്ന് വിചാരിച്ച സബ്ജക്റ്റിന് B+ ആണ് കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര ഒരു മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട് ഞാൻ കണക്കണം. അത് ആ നിമിഷം തന്നെ നമ്മൾ ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് നന്ദി പറഞ്ഞു. അതുപോലെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയോടും മാതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. കാരുണ്യ പ്രവൃത്തി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് പേർക്ക് പത്രങ്ങൾ കൊടുത്ത് കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കില്ല. കാരണം വെച്ചാൽ കുറേ ആൾക്കാർക്ക് കൊടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ അതിനെ എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങ് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പത്രം വേണം, അവർക്ക് പൂർണ്ണമായിട്ട് അവർ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പത്രം കൊടുക്കാറുള്ളായിരുന്നു. പിന്നെ ഞാൻ ഈ രാവിലെ വണ്ടിയെടുത്ത് പോവും. ഈ ഞായറാഴ്ച ദിവസമൊക്കെ ഞാൻ രാവിലെ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊല്ലത്തൊക്കെ പോകുമ്പോഴായിരിക്കും എൻ്റെ പത്രം തീരുന്നത്. അപ്പോൾ അങ്ങനെ തീർത്തിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത്. അതും ഈ അപ്പോൾ ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും ഈ പത്രമൊക്കെ കൊടുത്തിട്ട് വരണം. ഒരു 15 പത്രമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കും. കാരണം അത് വേണ്ടപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാർ ആരാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പത്രം അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് വരെയും, എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ചോദിക്കും, ഇവിടെ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും എന്നാൽ അറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു അഭയ കേന്ദ്രമുണ്ട്. അവിടെ ഈ പ്രായമായ ആൾക്കാർ, ഈ മെൻ്റലി പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ, അഭയ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഞാൻ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ അപ്പം മറ്റുള്ളവരെയൊന്നും കൂടെ ഞാൻ ക്യാഷൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പത്രം കൊടുക്കാൻ ആവശ്യമുള്ളവർക്ക് മാത്രം ഞാൻ ചോദിച്ചിട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവർക്കെല്ലാം ഫുഡ് വീട്ടിൽ നമുക്ക് സ്റ്റിച്ചിങ് സെൻറ്ററും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഫുഡ് വീട്ടിൽ തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടുന്ന കടയിൽ പോയിട്ട് ഊണ് വാങ്ങി ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് റോഡ് സൈഡിലൊക്കെ. കാരണം ഈ വയസ്സായ ആൾക്കാരെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ വയസ്സായ ആൾക്കാർക്കാണ്. അവർക്ക് നമ്മൾ സാധാരണ ആരോഗ്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ആരുടെയും ചോദിച്ച് വാങ്ങിക്കാമല്ലോ. പക്ഷേ ഈ വയസ്സായ ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ടൊക്കെ വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും അവരിയ്ക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പോയി വണ്ടി നിർത്തിയിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കും, എന്താണ് ഇവിടെ ഇരിക്കുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ ചില ആൾക്കാർ പറയും, അല്ല ഞാൻ നടന്നൊന്ന് ക്ഷീണിച്ചു അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നാണെന്ന് പറയും. ചില ആൾക്കാർ പറയും, എനിക്ക് വീടില്ല, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, എൻ്റെ മക്കളൊന്നും എന്നെ നോക്കാറില്ല എന്നൊക്കെ പറയാം. അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ അപ്പോഴെന്താണോ ഉള്ളത് ഞാൻ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത് ഹോട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ കാപ്പി കുടിച്ചാന്ന് ചോദിക്കുമ്പോൾ കാപ്പി കുടിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു ഊണും കൂടെ വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് പോകുന്നത്.
പിന്നെ അങ്ങനെ പത്രം കൊടുക്കാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലെ ക്യാഷ് ഉള്ളതുപോലെ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയിൽ നിന്നതുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഏത് ദൈവമായിരുന്നാലും നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് ഞാൻ കൃപാസനം ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ ജോലി ചെയ്ത് 1000 രൂപയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തി നമ്മുടെ ജീവിതം സുഖമാണ് എന്ന് നോക്കുന്നതിനപ്പുറം നമ്മൾ ജോലി ചെയ്ത് അതിലൊരു പങ്ക് മറ്റുള്ളവർക്കും നമ്മൾ ജോലി ചെയ്യുന്ന ഒരു പങ്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഒരു നേരമെങ്കിലും ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളങ്ങനെ ചിന്തിച്ച് ഒരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നും കൂടി ഇതെല്ലാം മനസ്സിലാക്കാനും എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷിയെ എനിക്ക് ഇവിടെ നിന്ന് പറയാനും എന്നെ ഇതിനനുവദിച്ച എൻ്റെ കൃപാസനം അമ്മ മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിന്നെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ബിജുകുമാർ എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത്, ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയിൽ ഇനി എനിക്ക് വേറെ ഒരു ഓപ്ഷനില്ല, എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നുള്ള ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് തന്നെ പരിശുദ്ധ അമ്മയുടെ ആകർഷണത്താൽ മറ്റാരോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന്, എന്നാൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോകാം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകും. കാരണം അദ്ദേഹം കേട്ടത് ഉടമ്പടി ഉടൻ പരിഹാരം എന്നാണ്. ഇവിടെ നിന്ന് തൻ്റെ വീടും സ്ഥലവും വിൽക്കുവാനുള്ള സാധ്യതകൾക്കായി ഇവിടെ നിന്ന് മണ്ണും അതുപോലെയുള്ള നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയെങ്കിലും ഉടമ്പടി എടുക്കാതെ തിരിച്ചുപോയി. വീണ്ടും കൂട്ടുകാരുടെ സജഷൻ അദ്ദേഹം ഏറ്റെടുത്തു. നീ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമുണ്ടാകും എന്ന് കൂട്ടുകാർ തന്നെ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. നമുക്കറിയാവുന്നതുപോലെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും വളരെ വ്യത്യസ്തമാണ്. ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുന്നതാണ്. ഉടമ്പടി പ്രാർത്ഥനയിൽ നാം ഒപ്പുവയ്ക്കുന്നത് ഈശോയോടാണ്. ഞാനെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ഞാൻ ഈശോയ്ക്ക് നൽകുന്നു. അങ്ങനെയൊരു ഒപ്പുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. ഇവൻ കൃത്യമായി ഇനി ഈശോയോട് വളരെയധികം ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള തീരുമാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യത്യാസം വന്നു എന്നാണ് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. വളരെ സിംബോളിക്കായി അദ്ദേഹം ഉടമ്പടിയെടുത്ത് പോയതിനു ശേഷം ആ വീടും പറമ്പും ശുദ്ധിയാക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് ലഭിച്ച ആ കാശുരൂപം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവിടെ സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് ഉടനെയാണ് 2 സ്ത്രീകൾ ആ വീട് സ്ഥലവും മേടിക്കുവാനുള്ള സാധ്യതകളുമായി ചോദ്യമായി അവിടെ വന്നത്. അദ്ദേഹത്തിന് മനസ്സിലായത് എത്രമാത്രം ഈശോയോട് അടുക്കുന്നുവോ അത്രമാത്രം കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുമെന്ന് അക്രൈസ്തവനായ ഈ മകൻ ഇന്ന് മനസ്സിലാക്കുകയും യേശുവിൻ്റെ പരിശുദ്ധമായ നാമം ഏറ്റുപറയുകയുമാണ് ചെയ്യുന്നത്. എത്രമാത്രം തന്നെ നാം ജീവിത പ്രതിസന്ധിയിലായാലും സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ നാം ഈശോയോട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥന യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉടമ്പടി ജീവിതത്തിൽ നാം എന്തുമാത്രം ശ്രദ്ധ ചെലുത്തുന്നു, എന്തുമാത്രം വിശ്വസ്തയോടെ മുന്നേറുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവുകോൽ നമുക്ക് തന്നെ ലഭിക്കുകയാണ്. വിജുകുമാറിന് ലഭിച്ചത് അങ്ങനെ തന്നെയാണ്. തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചപ്പോൾ ഇനി എനിക്ക് ദൈവമല്ലാതെ മറ്റൊരു മാർഗമില്ല, വഴിയും സത്യവും ജീവനുമായ ഈശോയിൽ കൃത്യമായി വളരെ സത്യമായി വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിയപ്പോഴാണ് അദ്ദേഹത്തിന് ഉടൻ പരിഹാരം ജീവിതത്തിൽ ഉണ്ടായത്. അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും തൻ്റെ തന്നെ ജീവിത സാക്ഷ്യം മറ്റുള്ളവരെ
പറഞ്ഞ് മനസ്സിലാക്കി ലോകത്തിൽ ഇനി ഏകരക്ഷകനായി ഈശോ മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റുപറയാനുള്ള ഒരു വലിയ മനോധൈര്യവും ചങ്കൂറ്റവും അദ്ദേഹത്തിനുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മകളുടെ ഒരു വലിയ സാക്ഷ്യം അദ്ദേഹം ഏറ്റുപറയുന്നു. മകൾക്ക് SSLC പരീക്ഷയിൽ തോറ്റുപോകും, അല്ലെങ്കിൽ ഹിന്ദി പരീക്ഷയിൽ ഒട്ടും തന്നെ 3-4 മാർക്ക് മേടിച്ചിരുന്ന ഈ മകൾ ഇന്ന് 81% മാർക്കിൽ മകൾ SSLC പരീക്ഷ പാസ്സാവുകയും A+ കിട്ടി. മകൾക്ക് ഹിന്ദി പരീക്ഷയിൽ നല്ല 100% മാർക്ക് കിട്ടി. ഈ മകൾ ഈ അൾത്താരയിൽ നന്ദി പറയുവാനായി വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിത ക്രമങ്ങളിൽ, ജീവിതചര്യകളിലെല്ലാം നമ്മൾ തോറ്റുപോകുന്നു, അല്ലെങ്കിൽ നാം 0 ആയി 1-2 മാർക്ക് അല്ലെങ്കിൽ 3-4 മാർക്ക് എങ്ങനെയാണ് A+ ആകുന്നത്? അതിനുള്ളൊരു ഉത്തരമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് കൃപ കൊണ്ടാണ് നാം വിജയത്തിലേക്ക് എത്തുന്നത്, നമ്മുടെ ഒരു യോഗ്യതയുമല്ല. വിജയകുമാരനും കുടുംബത്തിനും എന്നത് മനസ്സിലായതുകൊണ്ട് മറ്റുള്ളവരെ ഈശോയെ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വിജയകുമാരന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, നമ്മുടെ പഠിക്കുന്ന മക്കളെയും, അലസമായി ജീവിക്കുന്ന മക്കളെയും, അതുപോലെ വീടും പരിസരവും വിൽക്കുവാനും വാങ്ങുവാനും, വീടില്ലാത്തവരെയും വഴിയില്ലാത്തവരെയും വെള്ളമില്ലാത്തവരെയും ജീവിത പ്രതിസന്ധികളിൽ തങ്ങി നിൽക്കുന്നവരെ എല്ലാവരുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്ക്